സോ ഹായ് ഓൾ, നമ്മളെ ഒരു പുതിയ സെഷനായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെഷനാണ്. എന്താ വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഫസ്റ്റ് വോളിയം മൊത്തത്തിൽ തീർത്തു. നിങ്ങൾ പലരും വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ നമ്മളെ എങ്ങനെ പ്രസന്റ് ചെയ്യണോ എന്നതിലല്ല കാര്യം, നമുക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ ഇല്ലതിലാണ് കാര്യം. സോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. കാരണം നമ്മളെ കറക്റ്റ് വോയിസിലും കുറെ റിസ്ക് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സോ അതിനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് നമ്മൾ അൾട്ടിമേറ്റ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ ഉപകാരമായിരുന്നു. എങ്കിൽ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ നമ്മൾ ഫിസിക്സിലെ ഫസ്റ്റ് വോളിയം ഓൾറെഡി തീർത്തു. ഇനി നമ്മൾ സെക്കൻഡ് വോളിയത്തിലേക്ക് കടക്കുകയാണ്. സോ സെക്കൻഡ് വോളിയത്തിനെ പറ്റിയൊരു ഇൻട്രൊഡക്ഷൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഫേസ് ഒക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സെക്കൻഡ് വോളിയത്തിൽ മൊത്തം നേരത്തെ പറഞ്ഞ പോലെ 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റേ ഒപ്റ്റിക്സ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വേവ് ഒപ്റ്റിക്സ് ആണ്. ഓക്കെ, റേ ഒപ്റ്റിക്സ് ആണ്, വേവ് ഒപ്റ്റിക്സ് ആണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ് ആയ ചാപ്റ്റർ ആണ്. മൂന്നാമത്തെ ചാപ്റ്റർ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഓക്കെ, ഞാൻ ഡ്യുവൽ എന്ന് എഴുതുന്നുള്ളൂ, ബാക്കി നമുക്ക് അവിടെ നോക്കാം. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. നാലാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ആറ്റം. ഓക്കെ, ആറ്റം. അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ആണ്. ദെൻ ആറാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ, ആറാമത്തെ ചാപ്റ്റർ ഇലക്ട്രോണിക്സ് ആണ്. ശരിക്കും അതിന്റെ പേര് അതല്ല, സെമി കണ്ടക്ടർ ഡിവൈസസ് എന്നാണ്. അത് വിഷയമല്ല. ഏഴാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ മൊത്തം നമുക്ക് 7 ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ട്. സോ റേ ഒപ്റ്റിക്സ് അത് ഏറ്റവും വലിയൊരു ചാപ്റ്റർ ആണ്. അത് നമ്മളിപ്പോൾ എടുക്കൂല. നമ്മൾ എടുക്കാതിരിക്കൂല. അതിപ്പോ നമ്മൾ എടുക്കുന്നില്ല. വേവും നമ്മളിപ്പോൾ എടുക്കുന്നില്ല. ഇത് പഠിച്ചാൽ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, ആറ്റം, ന്യൂക്ലിയസ്. ഈ 3 പാഠം അടുത്ത ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഡ്യുവൽ നേച്ചർ ഒരു ക്ലാസ്സിനുള്ളതുള്ളൂ, ആറ്റം ഒരു ക്ലാസ്സിനുള്ളതുള്ളൂ, ന്യൂക്ലിയസ് കുറച്ചുണ്ട്. എന്നിരുന്നാലും ഇതുവരെ പഠിച്ച പാഠങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് ന്യൂക്ലിയസ്. ദെൻ 6th ചാപ്റ്റർ ഇലക്ട്രോണിക്സ്, അത് അത്യാവശ്യം വലുപ്പമുള്ള പാഠമാണ്. ദെൻ 7 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഈ ചാപ്റ്റർ ഇലക്ട്രോണിക്സിന്റെ കണ്ടിന്യൂവേഷൻ ആണിത്. ഇലക്ട്രോണിക്സിന്റെ അപ്ലിക്കേഷൻ ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രക്കുൾ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഇനി ഡീൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക്സ് അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്. റേ ഒപ്റ്റിക്സും വലിയ ചാപ്റ്റർ ആണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒന്നും അത്ര വലിയ കടുകട്ടി ചാപ്റ്റേഴ്സ് അല്ല. ഇതുവരെ നമ്മൾ പഠിച്ച ആദ്യത്തെ വോളിയത്തിൽ പഠിച്ച ഫുള്ള് ചാർജുകൾ, ഇലക്ട്രിക് ഫീൽഡ്, അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ്, അതിനൊക്കെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അതൊക്കെ കണ്ടിന്യൂസ് ആയിരുന്നു. അത് 7ഉം 8ഉം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ് ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഇത് അങ്ങനെയല്ല, ഇത് എല്ലാം ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞുതരാം. ഓബ്വിയസ്ലി നിങ്ങൾ കഴിഞ്ഞ വർഷം കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റം, അതേപോലെ ആറ്റം, അതേപോലെ ന്യൂക്ലിയർ. ഈ 3 ചാപ്റ്റേഴ്സും കൂടെ അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ഒരൊറ്റ പാഠമായിട്ട് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ഒരൊറ്റ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾ ഇത് 3ഉം ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ വർഷം +1 കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അറ്റോമിക് സ്ട്രക്ചർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാനും അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. സോ +2ക്ക് എത്തുമ്പോൾ ഈ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ കെമിസ്ട്രിയിലെ ഈ ചാപ്റ്ററിനെ നമ്മൾ 3ആയിട്ട് എന്ത് ചെയ്തു? പൊട്ടിച്ചു. എന്നിട്ട് അത് 3 ചാപ്റ്റർ ആക്കി. ഡ്യുവൽ നേച്ചർ, ആറ്റം, അതേപോലെ ന്യൂക്ലിയർ. ഓക്കെ, ഡ്യുവൽ നേച്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആറ്റത്തിൽ നിങ്ങൾ കുറെ കേട്ട ടേംസേ വരുള്ളൂ. ന്യൂക്ലിയർ എത്തുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ കേട്ട ടേംസ് വരും. ഓക്കെ, സോ ഈ 3 ചാപ്റ്റേഴ്സ് പൊട്ടിച്ചിട്ട് ആണ്, ഈ ഒരൊറ്റ ചാപ്റ്റർ ആണ് ഈ 3 ആക്കി പൊട്ടിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ കോമൺ വ്യത്യാസം എന്താ വെച്ചാൽ ഇത് കെമിസ്ട്രിയിലുള്ള ചാപ്റ്റർ ആണ്, മറ്റേത് ഫിസിക്സിലുള്ള ചാപ്റ്റർ ആണ്. സോ കെമിസ്ട്രിന്റെയും ഫിസിക്സിന്റേതും ആയിട്ടുള്ള കുറെ വ്യത്യാസങ്ങൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ആദ്യം തന്നെ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ മാറ്റർ എന്ന് പറഞ്ഞാൽ? എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈ സ്പേസ്. സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്ന ഏതൊരു സാധനത്തെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, മാറ്ററിന് 2 ടൈപ്പ് ഓഫ് ഫോം ഉണ്ട്. അതാണ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. മാറ്റർ പാർട്ടിക്കിൾ ബിഹേവിയർ എന്താ പറയാ കാണിക്കും. അതേപോലെ തന്നെ മാറ്റർ എന്ത് ചെയ്യും? പാർട്ടിക്കിൾ ബിഹേവിയറിനൊപ്പം അതേപോലെ വേവ് ബിഹേവിയറും കാണിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയാൻ കാരണം. അപ്പൊ ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ കഴിഞ്ഞ വർഷം +1 കെമിസ്ട്രിയിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഐൻസ്റ്റീന്റെ ക്വാണ്ടം തിയറി അല്ല, പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. E=hν ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ആണ്, അറിയുന്നുണ്ടാവും. ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ആണ്. H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ട്. ഞാൻ കുറച്ച് ബേസ് ആയിട്ട് പറയാണ്. E എന്ന് പറഞ്ഞ എനർജിയാണ്. ഓക്കെ, ഒരു ലൈറ്റ് വേവ് ആണെങ്കിൽ ന്യൂ C/λ ആയിരിക്കും. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്.
ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. സി എന്ന് പറഞ്ഞ വെലോസിറ്റി ഓഫ് ലൈറ്റ്, അതൊരു കോൺസ്റ്റന്റ് ആണ്, 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അറിയില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഞാൻ സ്പീഡ് പോവല്ല, നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഇതൊക്കെ പണ്ട് പഠിച്ചതായതുകൊണ്ട് ജസ്റ്റ് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം? റൈറ്റ് വേ ടു അവർ ചാപ്റ്റർ. വി ആർ ഗോയിങ് ടു അവർ ഡീൽ അവർ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിൽ നമുക്ക് മൂവ് ചെയ്യാൻ പോവാണ്. സോ ആദ്യം തന്നെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ആദ്യം ഇലക്ട്രോൺ എമിഷൻ. ഓക്കെ, ഇലക്ട്രോൺ എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? It is the emission of electron from metal source. Okay, it is the emission of electron from metal source. Sorry, ഇവിടെ metal source അല്ല, metal surface ആണ്. ഓക്കെ, അതായത് മെറ്റൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഗോൾഡിന്റെ സർഫസോ കോപ്പറിന്റെ സർഫസോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, ഇവിടുന്ന് ഒരു റേഡിയേഷൻ, എന്തെങ്കിലുമൊക്കെ റേഡിയേഷൻ അല്ലെങ്കിൽ സാധാരണ ഉള്ള ഗതിയിൽ എന്താ വെച്ചാൽ, ഇപ്പോ ഇതിന്റെ ഉള്ളിൽ കുറെ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ ഈ മെറ്റലിന്റെ ഉള്ളിൽ കുറെ ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ നമുക്ക് പല പരിപാടികളും ചെയ്തിട്ട് ഇതിനുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റും? എമിറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, പല പരിപാടികൾ എന്ന് പറഞ്ഞാൽ കുറെ പരിപാടികൾ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഇതൊരു മെറ്റൽ സർഫസ്, സപ്പോസ് ഇതൊരു ഗോൾഡിന്റെ സിൽവറിന്റെ സർഫസ് ആണെന്ന് വിചാരിക്കാം. സോ ഇതിലുള്ള ഇലക്ട്രോൺസിനൊക്കെ നമുക്ക് പുറത്ത് ചാടിക്കാൻ പറ്റും, അല്ലെങ്കിൽ എമിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു പരിപാടിക്ക് ഇലക്ട്രോണെ പല പരിപാടികൾ കൊണ്ട് എമിറ്റ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു പരിപാടിക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോൺ എമിഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം മെറ്റൽ സോഴ്സ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വഴിക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ആദ്യം എന്ന് പറയുന്നത് തെർമയോണിക് എമിഷൻ ആണ്. തെർമയോണിക് എമിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസ് ബൈ സപ്ലൈയിങ് ഹീറ്റ് എനർജി. ഓക്കെ, നമ്മൾ ഈ മെറ്റൽ സർഫസിലോട്ട് എന്ത് ചെയ്തു? ഹീറ്റ് കൊണ്ടേ കൊടുത്തു. ഓക്കെ, ഹീറ്റ് നമ്മൾ ക്യൂ എന്നാ ഡിനോട്ട് ചെയ്യാം. സോ ഹീറ്റ് എനർജി നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു മെറ്റൽ സർഫസിലോട്ട് കൊടുത്താൽ ഇതിലുള്ള ഇലക്ട്രോൺസിന്റെ എനർജി ഒക്കെ കൂടുകയും തൽഫലം അത് എന്ത് ചെയ്യും? അത് നേരെ ഇതേപോലെ എന്ത് ചെയ്യും? കുറെ ഇലക്ട്രോൺസ് ഇങ്ങനെ എന്ത് ചെയ്യും? പുറത്തേക്ക് ചാടുകയും ചെയ്യും. സോ ഇത് എന്തുകൊണ്ടാണ് പുറത്തേക്ക് ചാടാൻ കാരണം? ഹീറ്റ് എനർജി കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ചാടിപ്പോയത്. സോ ഇങ്ങനെ ചാടിപ്പോയി, ഹീറ്റ് എനർജി കാരണം ചാടിപ്പോയി ഇലക്ട്രോൺസിനെ നമ്മൾ എന്ത് വിളിക്കും? തെർമയോൺസ് എന്നാണ് വിളിക്കുക. ഓക്കെ, തെർമയോൺസ്. ഓക്കെ, ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. The electrons emitted are called thermions. Okay, so മെറ്റൽ സർഫസിൽ ഹീറ്റ് എനർജി കൊടുത്താൽ ഇലക്ട്രോൺസ് ചാടിപ്പോകും. സോ ആ ചാടി ഇലക്ട്രോൺസ് നമ്മൾ തെർമയോൺസ് എന്ന് പറയും. ഓക്കെ, ഇതിനെ പറ്റി അല്ലാതൊന്നും നിങ്ങൾക്ക് ഈ പ്രാവശ്യം പഠിക്കാനില്ല, നിങ്ങൾ ഹയർ ക്ലാസ്സിലെത്തുമ്പോൾ അതിനെ പറ്റി പഠിച്ചു. ഓക്കെ, ദെൻ രണ്ടാമത്തത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എമിഷനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്തായാലും എമിഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ പുറത്ത് ചാടിക്കുന്ന പരിപാടിയാണ്. ഇലക്ട്രോൺസിനെ പുറത്ത് ചാടിക്കും. ഓക്കെ, ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോ ആണോ? അല്ല, ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണെന്ന് അർത്ഥം. സോ ഇറ്റ് ഈസ് ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസ് വെൻ ലൈറ്റ് എനർജി ഈസ് ഇൻസിഡന്റ് ഓൺ ഇറ്റ്. നമ്മൾ സ്യൂട്ടബിൾ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഉള്ള ലൈറ്റിനെ ഈ ഒരു സർഫസിലേക്ക് പാസ് ചെയ്യിപ്പിക്കും. ലൈറ്റിനെയാണ് നമ്മൾ പാസ് ചെയ്യിക്കുക. ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. ഓക്കെ, സോ ലൈറ്റ് എനർജിനെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ എമിറ്റ് ചെയ്ത് പോകും. സോ ലൈറ്റ് എനർജി കാരണം എമിറ്റ് ചെയ്ത ഈ ഇലക്ട്രോൺസുകളെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രോൺസ് ഉള്ള പേര് വരാൻ കാരണം ലൈറ്റ് എനർജി കാരണമാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ സർഫസിന് പുറത്തേക്ക് പോയിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. സോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നമ്മൾ തീർത്തു. ദെൻ സെക്കൻഡറി എമിഷൻ. സെക്കൻഡറി എമിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസ് വെൻ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ഇൻസിഡന്റ് ഓൺ ഇറ്റ്. അതായത് മെറ്റൽ സർഫസിൽ ഓൾറെഡി ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അത് കൂടാതെ നമ്മൾ പുറത്തുനിന്ന് എന്ത് ചെയ്തു? വളരെ ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ എന്ത് ചെയ്തു? മെറ്റൽ സർഫസിലോട്ട് സ്ട്രൈക്ക് ഇടിപ്പിച്ചു. അത് ഫലമായിട്ട് എന്ത് ചെയ്യും? മെറ്റലിലുള്ള കുറച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇവിടുന്ന് പുറത്തേക്ക് പോകും. സോ ഇങ്ങനെ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസിനെ കൊണ്ട് എന്താ പറയാ, ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ആ മെറ്റലിലുള്ള ഇലക്ട്രോണിനെ കളയുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് സെക്കൻഡറി എമിഷൻ. ഓക്കെ, അത് കാരണം അവിടുന്ന് പുറത്തേക്ക് പോയ എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസ് നമ്മൾ സെക്കൻഡറി ഇലക്ട്രോൺസ് എന്നാണ് വിളിക്കുക. സെക്കൻഡറി ആണെങ്കിൽ രണ്ടിന്റെ മുകളിൽ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. സെക്കൻഡറി ഇലക്ട്രോൺസ് എന്നാണ് നമ്മൾ വിളിക്കുക. പ്രൈമറി ആണെങ്കിൽ 1ന്റെ മുകളിൽ 0 ഇട്ട് കൊടുത്താൽ മതി. സോ സെക്കൻഡറി എമിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അവസാനത്തെ സംഭവം ഫീൽഡ് എമിഷൻ. ഫീൽഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആണ്. ഫീൽഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസ് ബൈ അപ്ലൈയിങ് വെരി സ്ട്രോങ് ഇലക്ട്രിക്കൽ ഫീൽഡ്. നമ്മൾ ഈ ഒരു സർഫസിലോട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവളുടെ ഇലക്ട്രോൺസ് ഒക്കെ എന്താവും? ഒക്കെ ഇജക്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകും. സോ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫീൽഡ് എമിഷൻ. അങ്ങനെ താഴേക്ക് പുറത്തേക്ക് പോയ ഇലക്ട്രോൺസിന് പേരൊക്കെ ഉണ്ട്, ബട്ട് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. സോ ഇതാണ് ഇലക്ട്രോൺ എമിഷൻ. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആണ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആണ്.
അതായത് ഇതാ ഈ സംഭവം ലൈറ്റ് എനർജി ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ലാംഡ എന്ന് ഡിനോട്ട് ചെയ്യും, പെർട്ടിക്കുലർ ഫ്രീക്വൻസിനെ ന്യൂ എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിനെ നമ്മൾ ന്യൂ എന്നാ വിളിക്കുക കേട്ടോ. ന്യൂ എങ്ങനെ ഇടും? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മേൽക്ക് ഇട്ടാൽ മതി. ചിലർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇടാറുണ്ട്. എങ്ങനെ ഇടാം, നിങ്ങളെ ഇഷ്ടം. സോ ഈ ന്യൂ ഫ്രീക്വൻസി അല്ലെങ്കിൽ ലാംഡ വേവ് ലെങ്ത്തിൽ വരുന്ന അത് എപ്പോഴും സംഭവിക്കില്ല, അതിനൊക്കെ കുറെ കണ്ടീഷൻസ് ഉണ്ട്, നമ്മൾ അതിലൂടെയൊക്കെ ഗോ ത്രൂ ചെയ്യും, പേടിക്കണ്ട. സോ ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ബാക്കിയുള്ളതൊന്നും നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഒക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് എന്തെങ്കിലും എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ എടുക്കുമ്പോൾ അവിടെ നിങ്ങൾ വിശദമായിട്ട് പഠിച്ചോളൂ. നമുക്ക് അതിനെ പറ്റി ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതെന്താന്ന് പറഞ്ഞുതരാം. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിച്ചു കൂടെ. നേരത്തെ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നമ്മൾ പഠിച്ചല്ലോ. സോ അത് തന്നെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു എക്സ്പെരിമെന്റ് ആണ്, എക്സ്പെരിമെന്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടോ, ഒരു മെറ്റൽ സർഫസിൽ ലൈറ്റ് എനർജി വരും. ലൈറ്റ് എനർജി സൂട്ടബിൾ ഫ്രീക്വൻസി വേവ് ലെങ്ത് ഉണ്ടാവും. അത് കാരണം ഇവിടുത്തെ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യുക, ഇജക്ട് ചെയ്ത് പുറത്തേക്ക് പോവാം. അതിന് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇത് തന്നെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, അത് തന്നെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പൊ നോക്കാം എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. സോ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞു ഈ മെറ്റൽ സർഫസ് ഇലക്ട്രോൺ അങ്ങോട്ട് പുറത്തേക്ക് വിടുന്നു. നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയാ, ഒറ്റയടിക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്താ പറയാ, ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. സോ നിങ്ങൾക്ക് എന്താ പറയാ, അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉള്ള കുട്ടികളാണ്. സോ ഇത് വെറുതെ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് കറക്റ്റ് എക്സ്പെരിമെന്റ് ഉണ്ട്. സോ എക്സ്പെരിമെന്റൽ സ്റ്റഡിക്ക് വേണ്ടി, എക്സ്പെരിമെന്റൽ സ്റ്റഡി ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഏതൊരു എക്സ്പെരിമെന്റ് ആയിക്കോട്ടെ ഫിസിക്സിൽ വരക്കാനുണ്ടാവും. സോ നമുക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം കുറച്ച് കൂടുതൽ വരക്കാനുണ്ട്. ഓക്കെ, നമ്മുടെ വിഷയമല്ല, നമുക്ക് എങ്ങനെയായാലും സംഭവം ഉഷാറായി കിട്ടിയാൽ മതി. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കാഥോഡും ഒരു ആനോഡും വരക്കുകയാണ്. ഓക്കെ, അപ്പോ ഒരു കാഥോഡും ഉണ്ട്, അതേപോലെ ഒരു ആനോഡും ഉണ്ട്. എന്തൊക്കെയുള്ളത്, ഒരു കാഥോഡും ഒരു ആനോഡും. ഓക്കെ, കാഥോഡ് ഞാൻ സി എന്ന് വിളിക്കുകയാണ്. കാഥോഡ് ഞാൻ എന്ത് ചെയ്യാണ്, സി എന്നുള്ള പേര് വിളിക്കുകയാണ്. ആനോഡ് ഞാൻ എ എന്നുള്ള പേര് വിളിക്കുകയാണ്. ഓക്കെ, പിന്നെ അവർ തമ്മിൽ കുറെ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അവർ തമ്മിൽ കണക്ഷൻ ഒക്കെ ഉണ്ട് പറയാം. ഇപ്പോ നിങ്ങൾ നല്ല അടിപൊളിയൊക്കെ ആയിട്ട് വരയ്ക്കുക, എന്റെ പോലെ ഇങ്ങനെ വരക്കാതിരിക്കുക. എന്റെ പോലെ മീൻസ് കുറച്ച് വൃത്തിയിലൊക്കെ വരയ്ക്കുക. ഇനി നമുക്ക് ഇതിന് കണക്ഷൻ വേണം, വയർ വേണമല്ലോ. അത് പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും വയർ നിർബന്ധമാണ്. സോ നമുക്ക് വയർ എടുക്കാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് വയർ എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വയർ വേണം. ഓക്കെ, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റും ചെയ്യണം, അത് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ ഇത് കണക്ഷൻ ഉണ്ട് ഇങ്ങോട്ട്. ഓക്കെ, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് എന്തുണ്ട്, ഒരു കണക്ഷൻ വേണം, ഒക്കെ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആയി. ഇനി താഴോട്ട്. ഓക്കെ, താഴോട്ടുണ്ട്, താഴോട്ട് ഇങ്ങനെ കണക്ഷൻ വരണം. ഓക്കെ, അതൊക്കെ വരണം, ഒക്കെ നിർബന്ധമാണ്. കാരണം കണക്ഷൻ ഇല്ലാതെ പരിപാടികളൊന്നും നടക്കൂല, അതുകൊണ്ടാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ചിത്രം നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ വരച്ചാൽ ഉപകാരമായിരുന്നു, കാരണം നമുക്ക് പെട്ടെന്ന് തീർക്കണമല്ലോ. ഓക്കെ, ഇനി ഇവിടുന്ന് നേരെ താഴോട്ട് ഒരു വര ഇങ്ങോട്ട്. ഓക്കെ, ഞാനിവിടെ ഒരു വര, ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ ഒരു വോൾട്ട്മീറ്റർ എനിക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, ഒരു വോൾട്ട്മീറ്റർ എനിക്ക് ഇവിടെ കണക്ട് ചെയ്യണം. അപ്പൊ അതിനാണ് ഞാൻ ആ ഗ്യാപ്പ് വരച്ചത്. പിന്നെ ഇവിടെയും ഞാൻ എന്ത് ചെയ്യാണ്, ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ഞാനൊരു അമ്മീറ്റർ കണക്ട് ചെയ്യാണ്. ഞാനൊരു മൈക്രോ അമ്മീറ്റർ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മൈക്രോ മീറ്റർ ഇതെന്ന് പറഞ്ഞാൽ മ്യൂ ആണ്. ഓക്കെ, മ്യൂ ആണ് ഈ അക്ഷരം, ഇത് നമ്മൾ മൈക്രോ എന്നും വിളിക്കും. ഓക്കെ, അപ്പൊ മൈക്രോ അമ്മീറ്റർ ഞാൻ കണക്ട് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞിട്ടില്ല, നമ്മള് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഈ കണക്ഷൻ ഫുൾ ആയിട്ടില്ല. അടുത്ത നേരം എന്ത് ചെയ്യുക, കണക്ഷൻ കൊടുക്കാം. കണക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പോ ഭാഗ്യവശാൽ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് സീനുകളൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേറെ പരിപാടിയിലേക്ക് മെല്ലെ കിടക്കാം. ഓക്കെ, സോ ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് ഇത്രയൊക്കെ എടുത്തു. ഇനി താഴോട്ട് ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് വേറെ വരുന്നുണ്ട്. ഓക്കെ, കുറച്ച് കൂടുതലുള്ളതാണ് സംഭവം. ഇത് കാണുമ്പോൾ നമുക്ക് വലിയ സംഭവമൊക്കെ ആയിട്ട് തോന്നും, പക്ഷെ ഒരു തേങ്ങയില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, റെസിസ്റ്റർ കണക്ട് ചെയ്യണം. അപ്പൊ ഈ റെസിസ്റ്റർ ഇവിടെ കണക്ട് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് താഴോട്ട് ഒരു സെല്ലിലോട്ട് നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, ഒരു സെല്ലിലോട്ട് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, സെല്ലിലോട്ട് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. സെല്ല് അതിന് തോന്നിയ പോലെ പോയി. ഓക്കെ, സോ പറഞ്ഞുതരാം. ഇതിന്റെയൊക്കെ എല്ലാ എക്സ്പെരിമെന്റും ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ഇതിൽ മെയിൻ ആയിട്ട് എക്സ്പെരിമെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇവിടെ 2 എക്സ്പെരിമെന്റ് നമുക്ക് ഉള്ളത്. സോ ഈ വയർ നേരെ പോയിട്ട് ഇങ്ങോട്ട് തട്ടുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. അപ്പോൾ ഇതാണ് ഇതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഞാൻ സൂം ഔട്ട് ചെയ്യുമ്പോൾ അതാ ഇതേപോലെ കിട്ടും. ഓക്കെ, ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. നമുക്ക് സ്ക്രീനിൽ ചിലപ്പോൾ ഫുൾ ആയിട്ട് വിസിബിൾ ആവില്ല. സോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുക.
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. So the experimental setup of photoelectric effect. Okay, the experimental setup of photoelectric effect അല്ലെങ്കിൽ step consists of an evacuated glass tube. ഈ സാധനത്തിന് ഒരു ഗ്ലാസ് ട്യൂബ് എന്നാ പറയാ. ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ എയറിനൊക്കെ നമ്മൾ മാറ്റണം. കണ്ടെയ്നിങ് 2 ഫോട്ടോ സെൻസിറ്റീവ് ഇലക്ട്രോഡ്. 2 ഫോട്ടോ സെൻസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോഡ് എന്താ പറയാ, ലൈറ്റ് വന്നാൽ റെസ്പോണ്ട് ചെയ്യും. സോ അതിനാണ് ഫോട്ടോ സെൻസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. 2 ഫോട്ടോ സെൻസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, സി ആൻഡ് എ. സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കാഥോഡാണ്, എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആനോഡാണ്. ഓക്കെ, അടുത്തത് വേരിയബിൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ കാഥോഡ് ആൻഡ് ആനോഡ്. ഇവിടെ നമ്മളൊരു വോൾട്ട്മീറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ പൊട്ടൻഷ്യൽ നമ്മൾ കാഥോഡിനും ആനോഡിനും ഇടയിൽ എന്തുണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വോൾട്ട്മീറ്റർ വെച്ചിട്ടുണ്ട്, പിന്നെ താഴെ സെല്ലും കൂടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? സോ അവിടെ ഒരു പൊട്ടൻഷ്യൽ മീൻസ് ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ ഈ കാഥോഡും ആനോഡും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, അതല്ലെങ്കിലും ഉണ്ടാവും, നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. ഇനി അടുത്ത സെറ്റപ്പ് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇടുക. ഓക്കെ, ഇനി സ്വിച്ച് കാര്യങ്ങളൊന്നും നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. അതിനെ പറ്റിയൊന്നും അതൊന്നും ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ആവശ്യം അവിടുന്ന് കിട്ടുന്ന കറണ്ട് ആണ്. ഇനി വെൻ റേഡിയേഷൻ ഈസ് ഇൻസിഡന്റ് ഓൺ കാഥോഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഇൻ ഇറ്റ്. അപ്പോൾ ഇനി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, പുറത്തുനിന്ന് ലൈറ്റ് കൊടുത്തു. ലൈറ്റ് കൊടുത്തു. സോ പുറത്തുനിന്ന് എന്താ പറയാ, ഇവിടുന്ന് ലൈറ്റ് നേരെ ഇങ്ങനെ വരികയാണ്. ഏത് ലൈറ്റ് കളർ എടുക്കും? ഓക്കെ, സോ പുറത്തുനിന്ന് എന്ത് ചെയ്തു, കാഥോഡില് ലൈറ്റ് റേ വന്നു. ഈ സാധനം എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേ വന്നു. സോ ലൈറ്റ് റേ വന്നാൽ എന്ത് ചെയ്യും, ഈ കാഥോഡ് ഫോട്ടോ സെൻസിറ്റീവ് ആയതുകൊണ്ട് പുറത്തോട്ട് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. ഓക്കെ, സോ പുറത്തോട്ട് ഇലക്ട്രോൺസ് വന്നു. ഇലക്ട്രോൺസ് നേരെ ആനോഡിലേക്ക് മൂവ് ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പ്. So when radiation is incident on cathode, photoelectrons are emitted from it. നമ്മളിപ്പോ കണ്ടു ആ കാഥോഡിലേക്ക് ലൈറ്റ് വന്നപ്പോൾ അത് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്തു. These electrons are collected by anode. So ഇലക്ട്രോൺസ് ആനോഡ് കളക്ട് ചെയ്യും and constitute a current in the circuit. സ്വാഭാവികമായിട്ട് പറയാം, കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ്, അല്ലെ? സോ ഇവിടുന്ന് ഈ ചങ്ങായി ആനോഡിക്ക് എന്ത് ചെയ്തു, ഈ ഇലക്ട്രോൺസ് ഒക്കെ വാങ്ങി വെച്ചു. എന്നിട്ട് ഈ വയറിലൂടെ ഇങ്ങനെ കടന്നു വരും. എന്നിട്ട് ഈ മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് മെഷർ ചെയ്യാനാണ്. സോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെ കറണ്ട് വന്നു. പ്രത്യേകം നോക്കണം, ലൈറ്റ് കൊണ്ടാണ് നമ്മൾ കറണ്ട് ഉണ്ടാക്കിയത്. ഓക്കെ, പിന്നെ അത് നേരെ എന്ത് ചെയ്യും, താഴത്തെ എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ അവിടെ പ്രത്യേകം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ മൈക്രോമീറ്റർ വെച്ചത് ഇവിടെ ഉണ്ടായ കറണ്ട് മെഷർ ചെയ്യാനാണ്. അതും കൂടെ പ്രത്യേകം ലാസ്റ്റ് പറയുന്നുണ്ട്. ദീസ് കറണ്ട് ഈസ് കോൾഡ് ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. സോ ലൈറ്റ് കൊണ്ട് നമുക്ക് കിട്ടിയ കറണ്ട് ആണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. സോ ഇറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് മൈക്രോമീറ്റർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നമ്മൾ ഇവിടെ ചെയ്തത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ കാഥോഡിക്ക് ലൈറ്റ് റേ വന്നപ്പോൾ ഇലക്ട്രോൺ എമിറ്റ് ചെയ്തു. ഇലക്ട്രോൺ ആനോഡ് എടുത്തു. ആ ആനോഡ് എന്ത് ചെയ്തു, അതിലൂടെ ഇങ്ങനെ എടുത്തു പോകും. സോ ഈ ഇലക്ട്രോൺസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഫോട്ടോ ഇലക്ട്രോൺസ് എന്നാ പറയാം. ഫോട്ടോ ഇലക്ട്രോൺസ് എന്നാ പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടായ കറണ്ടിനെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്നും പറയും. എല്ലാം കൂടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്നും ഫോട്ടോ ഇലക്ട്രോൺസ് നമ്മൾ നേരത്തെ കണ്ടതാണ് ഫോട്ടോ ഇലക്ട്രോൺസ് എന്താണെന്നുള്ളത്. സോ ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ എന്ത് ഈ എക്സ്പെരിമെന്റ്. ഓക്കെ, സോ ഇത് നടത്തിയത് 2 സയന്റിസ്റ്റ് ആണ്, ലെനാർഡും ഹോൾവാക്കും. സോ അവരെ പറ്റി പിന്നെ പറയാം. ഈ എക്സ്പെരിമെന്റ് മാത്രമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഈ എക്സ്പെരിമെന്റിന് കുറെ റിസൾട്ട് നമുക്ക് കിട്ടാനുണ്ട്. വെറുതെ ഒന്നും ഈ ഒരു കാഥോഡ് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യൂല. അതിന് കുറെ കാര്യങ്ങൾ നമുക്ക് മുന്നിൽ കുറെ പ്രിലിമിനറി സ്റ്റെപ്പ് നമുക്ക് എടുക്കാനുണ്ട്. സോ അതൊക്കെ എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നടത്തിയ ആളുകളാണ് ലെനാർഡും ഹോവോക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹോവോക്കിൾ എന്നൊക്കെ പറയാം. അപ്പൊ അവർ രണ്ടുപേരും കുറെ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ കുറച്ച് ഒബ്സർവേഷൻ അവരെന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. സോ ആ ഒബ്സർവേഷൻ നമുക്ക് നോക്കാം. അപ്പൊ ഇനി നമ്മൾ ആ ഒബ്സർവേഷനിലൂടെ ഒന്ന് കടന്നു പോവാണ്. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്ററിന്റെ കാതലായ പാർട്ട്, കോർ പാർട്ട്. ഈ ഭാഗം ഇവിടെ കുറച്ച് കൂടുതൽ പറയാനുണ്ട്. ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഐൻസ്റ്റീന് കുറച്ച് പറയാനുണ്ട്. അതോടുകൂടെ അത് കഴിഞ്ഞു. എഫക്ട് ഓഫ് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. ഇന്റൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ കൊടുത്ത ഈ ലൈറ്റ് റേ ഉണ്ടല്ലോ, അതിന്റെ ഇന്റൻസിറ്റി ആണ്. ഓക്കെ, ഇവിടെ കൊടുത്ത ലൈറ്റ് റേഡിയേഷൻ, ഇൻസിഡന്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ലൈറ്റ് മീൻസ് നമ്മൾ ഇൻസിഡന്റ് ലൈറ്റാണ് കൊടുത്തത്. സോ നോക്കാം, വെൻ ദ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ എമിറ്റഡ് ഫ്രം കാഥോഡ് ആൾസോ ഇൻക്രീസസ്. അതായത് ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളിവിടെ കാഥോഡും വെച്ചു ആനോഡും വെച്ചു. നമ്മൾ ഇങ്ങോട്ട് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി നല്ലോണം കൂട്ടുക. ഓക്കെ, ഇങ്ങോട്ട് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി അങ്ങോട്ട് കൂട്ടി എന്താ സംഭവിക്കുക, ഇവിടുന്ന് കൂടുതൽ ഇലക്ട്രോൺ ഈ സാധനം പുറത്തേക്ക് കൂടും. കുറെ ഇലക്ട്രോൺ പുറത്തേക്ക് കൂടും. അത് മൊത്തം ആനോഡ് എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന കറണ്ട് എന്ത് ചെയ്യും, വല്ലാതെ കൂടും. കണ്ടില്ലേ? When the intensity of incident radiation increases, the number of photoelectrons emitted from cathode also increases. Okay, അതും കൂടും. അങ്ങനെ എന്താ സംഭവിക്കാം,
ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടിയാൽ തന്നെ therefore ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസസ്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്തായിരിക്കും കൂടും. അപ്പൊ എന്താ സംഭവിക്കണം, അപ്പൊ നമ്മളെ എക്സ്പെരിമെന്റിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നന്നായിട്ട് അതിന്റെ ഇന്റൻസിറ്റി അങ്ങോട്ട് കൂട്ടിയാൽ കറണ്ട് നല്ലോണം കൂടും. അതായത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് നല്ലോണം അങ്ങോട്ട് കിട്ടും. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നുമില്ല, ഈ ലൈറ്റ് വെച്ചിട്ട് കിട്ടുന്ന കറണ്ടാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനർത്ഥം എന്താണ്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഈ റേഡിയേഷന്റെ ഇന്റൻസിറ്റി കൂട്ടുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. സോ അത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഒന്ന് കൂട്ടുമ്പോൾ ഒന്ന് കൂടുന്നുണ്ട്. സോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഇവർ നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളൊരു ഗ്രാഫ് വരച്ച് നോക്കാം. ഓക്കെ, സോ ഇതൊരു ഗ്രാഫ് വരച്ച് നോക്കാം. ആക്സിസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആക്സിസ് എന്തൊക്കെ ഏതുണ്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതിന് ആക്സിസ് ഒക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ അതിനെ പറ്റി ഒന്ന് ആലോചിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല. സോ ഇത് ഇങ്ങനെ ഗ്രാഫ് വരച്ചാൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അതെന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, കാരണം രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വേണമെങ്കിൽ വൈ ആക്സിസിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഏത് ആക്സിസിനും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ, ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ എന്ന് നമുക്ക് കൊടുക്കാം. ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഓക്കെ, സോ ഒന്ന് കൂടുമ്പോൾ മറ്റേത് അതിന് അതേപോലെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിന് അർത്ഥം എന്താണ്, അത് ഒന്ന് കൂടുമ്പോൾ ഒന്ന് മറ്റേതിന്റെ അതേപോലെ കൂടുന്നുണ്ട് എന്നാണ് പറഞ്ഞ അർത്ഥം. സോ ഇവര് ആദ്യം ഇന്റൻസിറ്റി മാറ്റി നോക്കി. എന്തായാലും അവസാനം കിട്ടുന്നത് കറണ്ടാണ്. കറണ്ടിന് എന്തൊക്കെ ചെയ്താലാണ് കറണ്ട് ഉണ്ടാവുക, സോ അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സോ ആദ്യം അവർ ഇന്റൻസിറ്റി മാറ്റി. അപ്പൊ എന്ത് ചെയ്തു, കുറെ ഇലക്ട്രോൺസ് പോയി. അതായത് ഇന്റൻസിറ്റി കൂടുമ്പോൾ ആര് കൂടും, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. അത് കുറയുമ്പോൾ അത് കുറയും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം, എഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ. രണ്ടാമത്തത് പൊട്ടൻഷ്യൽ. നമ്മളവിടെ പൊട്ടൻഷ്യൽ ഒക്കെ വെച്ചിട്ടുണ്ട്. സോ ഇത് അത്യാവശ്യം ഉണ്ട് എന്ന് ചോദിച്ചാൽ കുറച്ചുണ്ട്. ഓക്കെ, കുറച്ച് കൂടുതലുണ്ട്. നോക്കാം വാട്ട് വിൽ ഹാപ്പൻ എന്ന് നോക്കാം. അപ്പോ ആദ്യം ഇന്റൻസിറ്റിന്റെ കഴിഞ്ഞു. ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ പൊട്ടൻഷ്യൽ നോക്കാം, എഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യലിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇന്റൻസിറ്റി കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ഓക്കെ, അത് അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റും കൂടെ വന്നിട്ട് ആകപ്പാട് അൽക്കുൽക്കാവും. ആര് എഫക്റ്റ് ആണ് ഫൈനൽ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ എഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ. അപ്പോൾ പൊട്ടൻഷ്യൽ ഇതൊക്കെ ഓരോ എക്സ്പെരിമെന്റ് നടത്തുക കേട്ടോ. അപ്പോൾ ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റി നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കും. അത് എല്ലാത്തിനും അങ്ങനെ തന്നെ. സോ എഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ലെറ്റ് ദ ഇന്റൻസിറ്റി ഓഫ് ദ റേഡിയേഷൻ ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. നമ്മൾ ഇതിന്റെ ഇന്റൻസിറ്റി ആദ്യം തന്നെ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ഓക്കെ, അപ്പൊ ഇനി അടുത്തത്, വെൻ ദ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഓൺ പ്ലേറ്റ് എ ഇൻക്രീസസ്, the number of photo electrons reaching at plate A is also increases. അതായത് പറഞ്ഞത് അർത്ഥം എന്താ അറിയോ, ഇതാണ് നമ്മുടെ ഗ്ലാസ് ട്യൂബ്. ഓക്കെ, ഇവിടെ ആനോഡും ഉണ്ട് കാഥോഡും ഉണ്ട്. ആനോഡും ഉണ്ട് കാഥോഡും ഉണ്ട്. ഓക്കെ, സോ ആനോഡും കാഥോഡും ഉണ്ട്. നമ്മളിത് അവിടെ നേരത്തെ വരച്ചിട്ടുണ്ട്. ആദ്യം കാഥോഡാണ്, പിന്നെ ആനോഡാണ്. ഓക്കെ, ലൈറ്റ് എന്തായാലും വരുന്നുണ്ട്. ലൈറ്റിന്റെ ഇന്റൻസിറ്റി നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ഇത് കാഥോഡ്, ഇത് ആനോഡ്. നമ്മള് ഇവിടെ ഈ പ്ലേറ്റിന്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടി. ഓക്കെ, പോസിറ്റീവ് വോൾട്ടേജ് കൂട്ടിയാൽ അല്ലെങ്കിൽ പോസിറ്റീവ് വോൾട്ടേജ് കൂട്ടിയാൽ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് പുറത്തേക്ക് വിടുന്ന ഇലക്ട്രോൺസ് ആണ് അല്ലെ. സോ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും, എപ്പോഴും പോസിറ്റീവ് ചാർജ് ഇതിന്റെ അടുത്തേക്കാ പോവുക. സോ ഇവിടെ പോസിറ്റീവ് ചാർജ് കൂട്ടിയാൽ കുറെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അതിനെ പോയി ഒട്ടിപ്പിടിക്കാൻ പോകും അല്ലെ. അങ്ങനെയാണല്ലോ അല്ലെ. കുറെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അവിടുന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ വരും. ആനോഡിന്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടുമ്പോൾ. കാരണം ഇലക്ട്രോൺ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. ഓക്കെ, അത് സെയിം ചാർജ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. അത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചതാണ്. സോ ഇവിടുന്ന് ലൈറ്റ് എനർജി കൊടുത്താൽ കുറച്ചേ വരുള്ളൂ. പക്ഷെ നമ്മൾ ആ സമയം ആനോഡിന്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടിയാൽ, അത് പോസിറ്റീവ് ആയതുകൊണ്ട് കുറെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ട് മത്തി വെച്ച പോലെ ബും 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 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിനെ വന്നിട്ട് അട്രാക്ട് ചെയ്യും. സോ കുറെ ഇലക്ട്രോൺസ് വന്നു പറഞ്ഞ അർത്ഥം എന്താ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. The intensity of the radiation is kept constant. അത് കോൺസ്റ്റന്റ് ആക്കി വെക്കണം. When positive potential on plate A increases, the number of photoelectrons reaching at plate A is also increases. Okay, ഇപ്പൊ പറഞ്ഞതിന് അതർത്ഥം. Therefore, the photoelectric current also increases. നേരത്തെ പറഞ്ഞത് അങ്ങനെ ചെയ്താൽ മതിയല്ലോ, ഫോട്ടോ ഇലക്ട്രിക് റേറ്റ് കൂടും. ഓക്കെ, സോ അതിനർത്ഥം ഫോർ എ പർട്ടിക്കുലർ ഇനി നമുക്ക് തോന്നും പടി കൂട്ടാൻ പാടില്ല. നമ്മളിത് കൂട്ടി. ഓക്കെ, ഇത് കൂട്ടി ഇപ്പോ ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇപ്പൊ 5 ആണെങ്കിൽ 6, 7, 8 അങ്ങനെ പോയി കൂട്ടി ഈ പോസിറ്റീവ് പൊട്ടൻഷ്യലിന് ഒരു മാക്സിമം ഉണ്ടാവും. അതിനപ്പുറം അത് കൂടൂല. ഓക്കെ, ഈ പോസിറ്റീവ് പൊട്ടൻഷ്യലിന് ഒരു മാക്സിമം ഉണ്ടാവും. ഓക്കെ, ആ മാക്സിമത്തിലാണ് നമുക്ക് മാക്സിമം കറണ്ട് കിട്ടുക. ഓക്കെ, ആ മാക്സിമം കറണ്ടിനെ കിട്ടുന്ന പറയുന്ന പേരാണ് സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, അപ്പൊ അതായത്
ഫോർ എ പർട്ടിക്കുലർ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഓൺ പ്ലേറ്റ് എ ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ബിക്കം മാക്സിമം കോൾഡ് സാച്ചുറേഷൻ കറണ്ട്. അതായത് കൂട്ടി 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 ഇപ്പൊ 5, 6, 7 അങ്ങനെ കൂട്ടി കൂട്ടി പോവാണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ എത്തുമ്പോൾ നമുക്ക് മാക്സിമം എന്ത് കിട്ടും? കറണ്ട് കിട്ടും. സോ ആ മാക്സിമം കറണ്ടിനെ പറയുന്ന പേരാണ് സാച്ചുറേഷൻ കറണ്ട്. പിന്നെ കൂട്ടിയാൽ എന്ത് ചെയ്യും? കറണ്ട് കുറയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഒന്നൊന്ന് കൂട്ടുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ കൂടി കൂടി പോവാണ്. സപ്പോസ് 5 എത്തിയപ്പോഴാണ് എനിക്ക് മാക്സിമം സാച്ചുറേഷൻ കറണ്ട് കിട്ടിയത്. പിന്നെ കൂട്ടിയാൽ എന്ത് ചെയ്യൂല? അത് ബാധിക്കൂല. പിന്നെ കൂട്ടിയാൽ കറണ്ട് കുറയാണ് ചെയ്യുക. സോ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എ പർട്ടിക്കുലർ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഓൺ പ്ലേറ്റ് എ ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ബിക്കം മാക്സിമം. ആ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് മാക്സിമം ആയ ആ പർട്ടിക്കുലർ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്, അത് എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തണം. സോ ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ കറണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനർത്ഥം ആനോഡിന്റെ പോസിറ്റീവ് ചാർജ് കൂട്ടിയാൽ എന്താ സംഭവിക്കുക? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. അത് കൂടി കൂടി ഒരു മാക്സിമത്തിലെത്തും. അതിന് നമ്മൾ എന്താ പറയാ? സാച്ചുറേഷൻ കറണ്ട് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇതേപോലെ when negative potential is applied on plate A increases, then number of photoelectrons reaching at plate A decreases, therefore photoelectric current decreases. ഇപ്പൊ ചെയ്ത അതേ പരിപാടി, പക്ഷെ നമ്മൾ ചെയ്തത് എന്താ? അവിടെ ഒരു ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. സോ ഇതൊരു കാഥോഡ്, അതേപോലെ ഇതൊരു ആനോഡ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് എന്താ ലൈറ്റർ വന്നു, ഇലക്ട്രോൺസ് വരും. പക്ഷെ ഞാൻ ഇതിന്റെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ് കൂട്ടിയത്. നെഗറ്റീവ് പൊട്ടൻഷ്യൽ, നെഗറ്റീവ് വോൾട്ടേജ് കൂട്ടിയാൽ എന്താ സംഭവിക്കുക? ഇവിടുന്ന് ഇലക്ട്രോൺസ് എത്തുന്നത് കുറയും. കാരണം ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്, ഇവിടെയും നെഗറ്റീവ് ചാർജ് ആണ്. സോ ദേ ഇൻ ബിറ്റ്വീൻ ദം there will be repulsive force. ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് കാരണം ഇലക്ട്രോൺസ് എത്തുന്നത് വളരെ കുറവായിരിക്കും. കാരണം ഇങ്ങോട്ട് എത്തുന്ന മുമ്പ് ആ സാധനം റിപ്പൽ ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ പോകും. ഓക്കെ, എത്തും, കുറച്ചു പേരെങ്കിലും അങ്ങോട്ട് എത്തും റിപ്പൾസീവ് ഫോഴ്സ് ഓവർകം ചെയ്തിട്ട്. ബട്ട് എത്തുന്ന ആൾക്കാരെ എണ്ണം വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ട് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്താൽ എന്താണ് സംഭവിക്കുക? നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്താൽ കിട്ടുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന്റെ എമൗണ്ട് അല്ലെങ്കിൽ മെഷർ കുറയും. ഓക്കെ, സോ അത് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഫോർ എ പർട്ടിക്കുലർ നെഗറ്റീവ് പൊട്ടൻഷ്യൽ പ്ലേറ്റ് എ, അതായത് അവിടെ ആദ്യത്തെ ഈ രണ്ടാമത്തെ പോയിന്റ് ആണ്. വെൻ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഈസ് അപ്ലൈഡ് ഓൺ പ്ലേറ്റ് എ ഇൻക്രീസസ്, the number of photoelectrons reaching at plate A decreases, therefore the photoelectric current decreases. അതാണ് പറഞ്ഞതിനർത്ഥം. ഓക്കെ, അങ്ങനെ ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇങ്ങനെ കൂടി കൂടി നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടുന്തോറും ഇവിടെ ഇലക്ട്രോൺസ് എത്തുന്ന അളവ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കൂടി 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 ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ ഒരൊറ്റ ഇലക്ട്രോണും ഇങ്ങോട്ട് എത്തൂല, ഒരൊറ്റ ഇലക്ട്രോണും ഇങ്ങോട്ട് എത്താതാവും. ഒരൊറ്റ ഇലക്ട്രോണും എത്തൂല എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കറണ്ട് എന്താണ്? I is equal to 0. ഓക്കെ, I is equal to 0. സോ I 0 ആവുന്ന ആ പെർട്ടിക്കുലർ നെഗറ്റീവ് വോൾട്ടേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് പറയും. ഓക്കെ, സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈ കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആനോഡിന്റെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇങ്ങനെ കൂട്ടുമ്പോൾ കൂട്ടി 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 ഒരു പെർട്ടിക്കുലർ വാല്യൂ ആവുമ്പോൾ കറണ്ട് 0 ആവും. ഓക്കെ, അപ്പൊ ആ പൊട്ടൻഷ്യലിന് പറയുന്ന പേരാണ് കട്ട് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. കാരണം അത്രത്തോളം കൂടിയാൽ പിന്നെ നെഗറ്റീവ് കൂടിയാൽ പിന്നെ ഇലക്ട്രോൺസ് ഒന്നും അത് ഓവർകം ചെയ്യാൻ പറ്റൂല. അപ്പൊ കറണ്ട് ഒന്നും എന്ത് ചെയ്യൂല, ആയിക്കോടെ വയ്ക്കൂല, മീൻസ് ഇലക്ട്രോൺസ് പാസ് ചെയ്യാൻ പറ്റൂല. സോ അതിനാണ് നമ്മൾ എന്ത് പറയടോ? അതിനാണ് നമ്മൾ പറയാ എന്ത്? ആ വോൾട്ടേജിനെ പറയുന്ന പേര്, അത് നെഗറ്റീവ് വോൾട്ടേജ് ആണ്. ആ ഒരു നെഗറ്റീവ് വോൾട്ടേജിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കട്ട് ഓഫ് വോൾട്ടേജ്. ഓക്കെ, അപ്പോ ഈ സമയത്ത് അറ്റ് ദിസ് ദ ഇലക്ട്രോൺസ് ഹാവ് മാക്സിമം കൈനറ്റിക് എനർജി. സോ ആ സ്റ്റേജിൽ, ഏത് സ്റ്റേജിൽ? ഈ കട്ട് ഓഫ് വോൾട്ടേജിലുള്ള സ്റ്റേജിലായിരിക്കും ഇലക്ട്രോൺസിന് മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവുക. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതാം? ഒരു ലൈനിൽ അറ്റ് ദിസ് സ്റ്റേജ് ഇലക്ട്രോൺസ് ഹാവ് മാക്സിമം കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഇലക്ട്രോൺസ് മാക്സിമം സ്പീഡിലാണ് മൂവ് ചെയ്യുക, കാരണം ഇത് ഓവർകം ചെയ്യാൻ. സോ കൈനറ്റിക് എനർജി, മാക്സിമം കൈനറ്റിക് എനർജി KE മാക്സ് എന്ന ഡിനോട്ട് ചെയ്യുക കേട്ടോ. സോ അത് കാണാനുള്ള ഇക്വേഷൻ ഹാഫ് mv² ആണ്. ഹാഫ് mv², വെലോസിറ്റി മാക്സിമം ആണ്. സോ ഹാഫ് mv² മാക്സ് ഈസ് ഈക്വൽ ടു E into V0. ഓക്കെ, E into V0. ഓക്കെ, ഇവിടെ V0 എന്ന് പറഞ്ഞാൽ ഈ കട്ട് ഓഫ് വോൾട്ടേജ് ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കട്ട് ഓഫ് വോൾട്ടേജ്, രണ്ടും പറയാം. ഞാൻ കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് എഴുതാം. ഓക്കെ, അതിലാണ് എന്ത് ചെയ്യുക? കറണ്ട് 0 ആവുക. ആ വോൾട്ടേജിനെ പറയുന്നവരാണ് കട്ട് ഓഫ് വോൾട്ടേജ്. സോ എന്താണ് മാക്സിമം കൈനറ്റിക് എനർജി? ആ പൊട്ടൻഷ്യൽ 0 ആവുമ്പോഴാണ്, സോറി പൊട്ടൻഷ്യൽ അല്ല, നമ്മളെ കറണ്ട് 0 ആവുമ്പോഴാണ് ഉണ്ടാവുക. സോ കൈനറ്റിക് എനർജി മാക്സിമം ഈസ് ഈക്വൽ ടു ഹാഫ് mv² മാക്സ് ഈസ് ഈക്വൽ ടു EV0. ഓക്കെ, നിങ്ങൾ ഈ ഇക്വേഷൻ രണ്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. നേരത്തെ മറ്റേത് വേണമെങ്കിൽ മറ്റേത് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാനൊരു ഗ്രാഫ് വരക്കാൻ പോവാണ്. ഓക്കെ, ഈ പൊട്ടൻഷ്യലും അതേപോലെ കറണ്ടും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരക്കാൻ പോവാണ്. അത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാനൊരു ഗ്രാഫ് വരക്കാൻ പോവാ കേട്ടോ. ഈ പാഠത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ കുറെ ഗ്രാഫ് ഉണ്ടാവും. ആ ഗ്രാഫൊക്കെ നീറ്റിന്
ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, വാല്യൂസ് ഒക്കെ തെറ്റിച്ചിട്ട്. ഓക്കെ, സോ ഞാൻ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. സോ ഗ്രാഫ് ഇതാ ഇങ്ങനെ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, കുറച്ചുണ്ട്, അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഓക്കെ, അത് രണ്ട് ഭാഗത്തേക്കും കൂടെ ഉണ്ട്. ഈ ഭാഗത്താണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉള്ളത്, ഈ ഭാഗത്ത് ഈ ആക്സിസ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എന്താ പറയാ കറണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ഒറിജിൻ 0. ഈ ആക്സിസ് ഉണ്ടല്ലോ, ഇവിടുന്ന് ഈ ആക്സിസും അതേപോലെ എവിടെ എവിടെ ഇവിടെ ഈ ആക്സിസും. ഓക്കെ, ഇതാണ് ഈ ആക്സിസ് ആണ് പൊട്ടൻഷ്യൽ ഓൺ പ്ലേറ്റ് എ. ഓക്കെ, പ്ലേറ്റ് എ എന്ന് പറഞ്ഞാൽ അത് ആനോഡാണ്. പൊട്ടൻഷ്യൽ ഓൺ പ്ലേറ്റ് എ. ഓക്കെ, പൊട്ടൻഷ്യൽ ഓൺ പ്ലേറ്റ് എ. പ്ലേറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനോഡാണ്. സോ ഞാൻ ഗ്രാഫിന്റെ ഷേപ്പ് ഇതാ ഇതേപോലെയാണ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് കട്ട് ഓഫ് വോൾട്ടേജ് V0. ഓക്കെ, ഇതാണ് കട്ട് ഓഫ് വോൾട്ടേജ് V0. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ആ ഗ്രാഫ് വരക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഗ്രാഫ് ഇങ്ങനെ വരക്കാൻ പോവാണ്. ഓക്കെ, ഇതൊന്ന്, നമ്മൾ കുറെ എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ടല്ലോ, അപ്പൊ ഇത് 2. ഓക്കെ, ഇനി അവസാനത്തത് ഒന്നും കൂടെ. ഓക്കെ, ഇത് പൊട്ടൻഷ്യലും ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും. ഓക്കെ, ചെറിയ മാറ്റം. ഓക്കെ, പൊട്ടൻഷ്യലും ആരൊക്കെ തമ്മിലാണ്? ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. നിങ്ങളതൊന്നും കൂട്ടി മുട്ടിക്കരുത് കേട്ടോ. ലാസ്റ്റ് എത്തുമ്പോൾ സാച്ചുറേഷൻ ആവും. ഓക്കെ, അപ്പോ ഇതാണ് I1, ഈ കറണ്ടാണ് I2, ഈ കറണ്ടാണ് I3. ഓക്കെ, ഈ കറണ്ടാണ് I3. പ്രത്യേകം നോക്കി വെക്കുക, മൂന്നാമത്തെ കറണ്ട് I3 ഗ്രേറ്റർ ദാൻ I2 ഗ്രേറ്റർ ദാൻ I1 ആയിരിക്കും. എൻട്രൻസിന് ഇത് തെറ്റിച്ചിട്ടാണ് തരിക. ഓപ്ഷനിൽ I1 ഗ്രേറ്റർ ദാൻ I2 ഗ്രേറ്റർ ദാൻ I3 അങ്ങനെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഉണ്ടാവും. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കോമ്പിനേഷൻ തെറ്റിച്ചിട്ടാണ് എൻട്രൻസിന് തരിക. ഇനി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലല്ലോ, അപ്പോൾ അത് പറഞ്ഞുതരാം. സോ അവിടെ എന്താണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, പ്രത്യേകം പറഞ്ഞുതരാം. ഇവിടെ I1, I2, I3 ഒക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറച്ച് താഴോട്ട് പോകാം. ഓക്കെ, സോ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ഗ്രാഫ് ഷോസ് ദ വേരിയേഷൻ ഓഫ് photo electric current with the potential on plate A for different intensity of radiation I1, I2, I3 respectively. So I3 greater than എന്താ പറയാ, I2 greater than I1 ആയിരിക്കും എപ്പോഴും വരിക. ഡിഫറെന്റ് ഇന്റൻസിറ്റി ഇങ്ങനെ ഇതാകുമ്പോഴുള്ള കറണ്ട് ആണ് കേട്ടോ. ഈ I1, I3, I2 എന്ന് പറഞ്ഞ കറണ്ട് ആണ്. ഓക്കെ, വേറെ വേറെ ഇന്റൻസിറ്റി നമ്മൾ ഇന്റൻസിറ്റി കോൺസ്റ്റന്റ് ആക്കി എടുത്തും പിന്നെ വേറെ വേറെ ഇന്റൻസിറ്റി ഒക്കെ വെച്ചിട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, പിന്നെ പ്രത്യേകം നോക്കുക, അത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ അല്ല, VO എന്നാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കും. ഈ VO എന്താ പറയാ, ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. നമ്മൾ കൊടുക്കുന്ന ഇന്റൻസിറ്റി എനിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും വരും. നമ്മൾ കൊടുക്കുന്ന ഇന്റൻസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അത് വരിക. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് I3, I2, I1. ഓക്കെ, ഇവിടെ പ്രത്യേകം നോക്കണം, I3, I2, I1 ഞാൻ കറണ്ട് എന്നായിരിക്കും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് മാറ്റണം. അതെന്താ വെച്ചാൽ ഡിഫറെന്റ് ഇന്റൻസിറ്റി ഓഫ് എന്താ പറയുക വേരിയേഷൻ ആണ്. ഓക്കെ, സോ കറണ്ട് അത് ഇങ്ങനെയാണ് വേരിയേഷൻ വരിക, I3, I2, I1 ഇങ്ങനെ വരും. നിങ്ങൾ ഈ ജസ്റ്റ് ഗ്രാഫ് വരച്ച് വെച്ചാൽ മതി. പിന്നെ ഇതിലുള്ള ഈ താഴത്തെ എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, അതും കൂടെ വെച്ചാൽ മതി. യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി അടുത്ത ഭാഗം. സോ ഇവിടുത്തെ രണ്ടാമത്തെ ഒബ്സർവേഷൻ വരെ കഴിഞ്ഞു. പൊട്ടൻഷ്യലാണ് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നത്. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദാറ്റ്. നമുക്ക് ഇനി തേർഡിലേക്ക് പോവാം. എഫക്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ മാറുമ്പോൾ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. ഓക്കെ, സോ അവിടെ നമ്മൾ ചെയ്യുന്ന മുമ്പ് ലെറ്റ് ദ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇന്റൻസിറ്റി നമ്മൾ ആദ്യം തന്നെ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. എന്നിട്ട് എന്തായി, വെൻ ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഇൻക്രീസസ്, ഏതായാലും വരുന്ന ലൈറ്റിന് ഒരു ഫ്രീക്വൻസി ന്യൂ ഉണ്ടാവും. അത് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക, ദെൻ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം കാഥോഡ് ആൾസോ ഇൻക്രീസസ്. അതായത് നമ്മൾ കാഥോഡും ആനോഡും ഇങ്ങോട്ട് ലൈറ്റർ ഫ്രീക്വൻസി, ഒരു ഫ്രീക്വൻസി കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടുന്ന് എമിറ്റ് ചെയ്യുമല്ലോ ഇലക്ട്രോൺസ് ഒക്കെ, ഈ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ആണ് കൂടുക. സോ ഫ്രീക്വൻസി കൂടുമ്പോൾ ആര് കൂടും, കൈനറ്റിക് എനർജി കൂടും. ഓക്കെ, സോ അത് വല്ലാതെ സ്പീഡിൽ ഇങ്ങനെ പോകും. സോ അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൊടുക്കാം. അപ്പൊ നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൊടുക്കാം. Therefore, the stopping potential is needed to stop such electrons. അങ്ങനത്തെ ഇലക്ട്രോൺസിന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ VO കൊടുത്താൽ അവർ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, സോ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ എമിറ്റ് ചെയ്ത കൈനറ്റിക് എനർജി, ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ആണ് കൂടുക. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇന്റൻസിറ്റി കൂടുമ്പോൾ എന്താ സംഭവിക്കുക, എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസിന്റെ നമ്പർ ആണ് കൂടുക. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇന്റൻസിറ്റി കൂടുമ്പോൾ കൂടുക. അതിന് പറഞ്ഞ ഇന്റൻസിറ്റി. ഓക്കെ, ഇന്റൻസിറ്റി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതേപോലെ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിക്കാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ.
കൈനറ്റിക് എനർജി അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ എമിറ്റ് ചെയ്ത ഈ ഇലക്ട്രോണുകളെ നമ്പറിനെ കൂട്ടാൻ ഫ്രീക്വൻസിക്ക് കഴിയൂല, പക്ഷേ കൈനറ്റിക് എനർജി കൂട്ടാൻ ഇതൊക്കെ. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ഇവർ തമ്മിൽ ഒരു ഗ്രാഫ് വരക്കണം. So the graph showing the variation of photoelectric current with potential on plate A for different frequencies of incident radiation. Okay, നമ്മൾ ഫ്രീക്വൻസികൾ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വരച്ച് നോക്കാം എങ്ങനെ ഗ്രാഫിന്റെ ഷേപ്പ് ഹൗ ഇറ്റ് വുഡ് ബി. ഓക്കെ, സോ നമ്മൾ ഗ്രാഫ് വരക്കാൻ പോവാണ്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഡ്രോ ദി ഗ്രാഫ്. സോ നമ്മളെ ഗ്രാഫ് ഇതേപോലെ വന്നു. ഓക്കെ, സോ നമ്മൾ ഗ്രാഫ് ഇതേപോലെ വരക്കുക. ഓക്കെ അല്ലേ? സോ നേരത്തെ വരച്ച അതേപോലെ തന്നെയാണ്. ഓക്കെ, നേരത്തെ വരച്ച അതേപോലെയാണ്, പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. ആക്സിസ് നമ്മൾ വരക്കണേ. സോ ഈ ആക്സിസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ആണ്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എന്താണ്, കറണ്ട് ആണ് ഈ ഗ്രാഫ്. ഓക്കെ, ദെൻ ഇത് പൊട്ടൻഷ്യൽ ഓൺ പ്ലേറ്റ് എ. അടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓൺ പ്ലേറ്റ് എ. ഓക്കെ, പ്ലേറ്റ് എ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് മാത്തമാറ്റിക്സ് ഉണ്ട്. സിമ്പിൾ പരിപാടികളാണ്. ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്, ഒക്കെ തിയറിയാണ്. ഏറെക്കുറെ 90% തിയറിയാണ് ഈ ചാപ്റ്റർ. സോ നമ്മൾ ഇവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എത്തിയിട്ട് ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് വരുന്നത്. സോ ഇവിടെ നിന്ന് നമ്മൾ റേഡിയേഷൻ നേരെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒക്കെ ഡിഫറെന്റ് പോയിന്റിലാണ് ഇൻസിഡന്റ് ചെയ്യുക. ഓക്കെ, ഒക്കെ ആദ്യം തുടങ്ങുന്നത് സെയിം പോയിന്റിലാണ്, പക്ഷെ ഡിഫറെന്റ് പോയിന്റിലാണ് ആൾക്കാർ ഇൻസിഡന്റ് ചെയ്യുക. ഓക്കെ, ദെൻ ദ തേർഡ് വൺ, അതും നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, സോ ഇനി ഇവിടെ ഓരോ സാധനങ്ങൾ ഫ്രീക്വൻസിന്റെ ഡിഫറൻഷ്യൽ ആണ്, ഡിഫറൻസ് കാണിക്കുന്നത്. സോ ഇവിടെ ν3, ഇത് ν2, ഇത് ν1. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ν3, ν2, ν1. ഓക്കെ, ഇതിന്റെ ഫ്രീക്വൻസി ഇങ്ങനെ വരിക, റേഷ്യോ അല്ലെങ്കിൽ റിലേഷൻ ν3 മൂന്നാമത്തത്. ഓക്കെ, ν3 ഗ്രേറ്റർ ദാൻ ν2 ഗ്രേറ്റർ ദാൻ ν1. ഇതാണ് നിങ്ങൾ വട്ടിട്ട് വെക്കേണ്ടത്, കാരണം എൻട്രൻസിൽ തെറ്റിച്ചിട്ടാ തരിക. ഓക്കെ, അപ്പൊ എൻട്രൻസിൽ തെറ്റിച്ചിട്ടാ തരിക, നിങ്ങൾ ഇത് പ്രത്യേകം ഒന്ന് നോക്കണം. ഓക്കെ, അപ്പൊ അത് ഞാൻ പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട്. വേരിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റിലേഷൻ ν3 ഗ്രേറ്റർ ദാൻ ν2 ഗ്രേറ്റർ ദാൻ ν1 എന്ന് നിങ്ങൾ പ്രത്യേകം ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോ ദാറ്റ്സ് ഓൾ. അപ്പോ നമുക്ക് ഇനി അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. അടുത്തത് ഇനി വളരെ സിമ്പിൾ പരിപാടികളാണ്. വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, സോ വർക്ക് ഫംഗ്ഷൻ എന്താണ്, വർക്ക് ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വർക്ക് ഫംഗ്ഷൻ രണ്ട് ഡെഫിനേഷൻ ഉണ്ട്, രണ്ടെണ്ണല്ല ഒന്നെന്നെ മതി. ഓക്കെ, സോ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ W0 അല്ലെങ്കിൽ ഫൈ എന്നാണ് നമ്മൾ വർക്ക് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് എ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ എ മെറ്റൽ ടു എമിറ്റ് ഇലക്ട്രോൺ. അതായത് നമ്മൾ രണ്ട് കാഥോടും ആനോടും വെച്ചു. ഓക്കെ, പിന്നെ അത് ഇവാക്യുവേറ്റഡ് ട്യൂബിൽ വെച്ചു. സോ ഇവിടുന്ന് ലൈറ്റ് എനർജി ഇവിടുന്ന് വരും. ഓക്കെ, ലൈറ്റ് എനർജി ഈ കാഥോഡിക്ക് എത്തിയ കാഥോഡ് എന്താ പറയാ, ഈ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ലൈറ്റിന് ഒരു മിനിമം എനർജി വേണം. ഓക്കെ, ആ മിനിമം എനർജി വേണം. അതിന്റെ താഴേക്ക് പോയാൽ സപ്പോസ് ഇപ്പോൾ മിനിമം എനർജി 5 5 വിചാരിക്കുക, 4 ആണെങ്കിൽ ഇത് ഇലക്ട്രോൺസിന് എമിറ്റ് ചെയ്യൂല, 5ന്റെ മുകളിലായിരിക്കണം. ഓക്കെ, ഇപ്പൊ 6 എമിറ്റ് ചെയ്യും. ഇപ്പൊ 4.9 ആണെങ്കിൽ എമിറ്റ് ചെയ്യോ? ഇല്ല. സോ ഒരു ലൈറ്റ് എനർജി കാഥോഡിലേക്ക് വരുമ്പോൾ ആ ലൈറ്റിന് ഒരു മിനിമം എനർജി ഉണ്ടാവണം, എന്തെങ്കിലും മാത്രമേ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആ മിനിമം എമൗണ്ട് ഓഫ് റേഡിയേഷന്, ആ മിനിമം എമൗണ്ട് ഓഫ് എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. അതിനെ ഫൈ എന്ന ഡിനോട്ട് ചെയ്യുക, അല്ലെങ്കിൽ W0 എന്ന് ഡിനോട്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് എ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ എ മെറ്റൽ. അപ്പോൾ പ്രത്യേകം നോക്കണം, ഈ എനർജിക്ക് ഇൻസിഡന്റ് റേഡിയേഷന് അത്യാവശ്യം എനർജി ഒക്കെ ഉണ്ടാവും, പക്ഷെ ഈ മെറ്റലിനാണ് ഈ എനർജി മെയിൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, ഇതിന് വരുന്ന റേഡിയേഷൻ എനർജി ഉണ്ടാവും, അത് വിഷയമില്ല, പക്ഷെ ഈ മെറ്റലിനാണ് ഈ സാധനം വേണ്ടത്. കണ്ടില്ലേ? ഇറ്റ് ഈസ് എ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ എ മെറ്റൽ ടു എമിറ്റ് ഇലക്ട്രോൺ. എല്ലാ മെറ്റലിനും അത് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, സോ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സാധനം മെറ്റൽ മാറുമ്പോൾ മാറും. അതായത് ഗോൾഡ് ഉള്ളതായിരിക്കൂല സിൽവറിനുള്ളതായിരിക്കൂല കോപ്പറിന്. അതായത് നമ്മളെ മെറ്റൽ സർഫസിന് എന്ത് വേണം, ഈ ഒരു എനർജി, അതായത് ലൈറ്റ് ദീപം ഒന്ന് തട്ടിയാലും ഈ ലൈറ്റിനെ പുറത്തേക്ക് വിടാൻ വേണ്ടി ഒരു മിനിമം എനർജി നിർബന്ധമാണ്. ഓക്കെ, ആർക്കാണ്? മെറ്റലിനാണ് വേണ്ടത്. ലൈറ്റ് എനർജിക്ക് എന്തായാലും ഒരു ഇതുണ്ടാവും, പക്ഷെ നിങ്ങൾ അത് എന്തായാലും അതിലുണ്ടാവും, അല്ലാതെ ഒന്നും ലൈറ്റ് എനർജി വരില്ല. ഓക്കെ, അത് കൂടാതെ നമ്മളെ മെറ്റൽ സർഫസിന് എന്ത് വേണം, ഒരു മിനിമം എനർജി വേണം. ഓക്കെ, എന്തിന്? ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാനുള്ള ശേഷി വേണം മെറ്റലിന്. അതിന് ആ ശേഷിക്ക് പറയുന്ന പേര്, അല്ലെങ്കിൽ ആ മിനിമം എമൗണ്ട് ഓഫ് എനർജി അതിന് ഉണ്ടാവണമെങ്കിൽ മാത്രമേ ഇലക്ട്രോൺസിനെ പുറത്ത് കൂടുള്ളൂ. സോ ആ ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജിക്ക് നമ്മൾ പറയുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, വർക്ക് ഫംഗ്ഷൻ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. വർക്ക് ഫംഗ്ഷനെ ഫൈ എന്ന് ഡിനോട്ട് ചെയ്യാം. സോ ദി ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ വർക്ക് ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ ഫൈ ഈസ് ഈക്വൽ ടു
phi is equal to h into nu zero. ഓക്കെ, ഇത് ന്യൂ ആണ്, ന്യൂ സീറോ. സോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, വാട്ട് ഈസ് ന്യൂ സീറോ? ന്യൂ സീറോ എന്താണ്? ന്യൂ സീറോ സിമ്പിൾ ആണ്. ന്യൂ സീറോക്ക് നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നാണ് പറയാം. ഓക്കെ, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നാണ് പറയാം. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മിനിമം ഫ്രീക്വൻസി. ഓക്കെ, അതായത് ഈ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം ഫ്രീക്വൻസി വേണം. അതിനെയാണ് നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയാം. ഓക്കെ, സോ ത്രെഷോൾഡ് ഫ്രീക്വൻസിന്റെ ഡെഫിനിഷൻ ആണിത്. ഓക്കെ, ത്രെഷോൾഡ് ഫ്രീക്വൻസിന്റെ ഡെഫിനിഷൻ ആണിത്. ഇറ്റ് ഈസ് ദ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ എ മെറ്റൽ ടു എമിറ്റ് ഇലക്ട്രോൺ. ഓക്കെ, സോ ഒരു മെറ്റലിന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാനുള്ള മിനിമം എനർജിക്ക് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയും. അതേപോലെ മെറ്റലിന് ഒരു ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാനുള്ള മിനിമം ഫ്രീക്വൻസിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോ ഇതൊക്കെ കണ്ടുപിടിച്ച ലെനാർഡും ഹാവാക്കുമാണ്. ഓക്കെ, അവരെ എക്സ്പെരിമെന്റ് ആണ്. പക്ഷെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഐൻസ്റ്റീൻ കുറച്ച് കളികൾ വേറെ കളിച്ചിട്ടുണ്ട്. നമുക്ക് അത് നോക്കാം. ഓക്കെ, ഞാൻ ഐൻസ്റ്റീൻ കളിച്ച കളി. സോ ഐൻസ്റ്റീൻ തിയറി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഐൻസ്റ്റീന്റെ കുറച്ച് തിയറികളുണ്ട്. മൂപ്പര് കുറച്ച് തിയറി എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നമുക്ക് അത് നോക്കാം. ഓക്കെ, ഐൻസ്റ്റീന്റെ തിയറി ഒന്ന് നോക്കാം. ഐൻസ്റ്റീൻ ഇതിന് ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഐൻസ്റ്റീൻ തിയറി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഐൻസ്റ്റീന് രണ്ട് തിയറി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നത് ഇതിനെ പറ്റിയാണ് ഐൻസ്റ്റീൻ സംസാരിക്കുന്നത്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ഡ്യൂ ടു ദ ഇന്റൻസിറ്റി ഇന്ററാക്ഷൻ between a photon in the incident radiation and an electron in the metal surface. ഇതൊരു ലൈറ്റ് റേ ആണ്. ലൈറ്റ് റേയിലുള്ള പാർട്ടിക്കിൾസിന്, ഫൈൻ പാർട്ടിക്കിൾസ് ഇൻ ദ ലൈറ്റ് റേ ഈസ് കോൾഡ് ഫോട്ടോൺ. ഓക്കെ, ഫോട്ടോനെ പറ്റി നമ്മൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ കഴിഞ്ഞ വർഷം എവിടെ പഠിച്ചിട്ടുണ്ട്? കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു എനർജി പാക്കറ്റ് പോലെയാണ് വരിക എന്ന് പഠിച്ചിട്ടുണ്ട്. എനർജി പാക്കറ്റ്, അതിന് കോണ്ട എന്നൊക്കെ പഠിച്ചിരുന്നു. ഓക്കെ, സോ ലൈറ്റിലുള്ള പാർട്ടിക്കിൾസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺസ് എന്നുള്ളത്. ഓക്കെ, സോ ലൈറ്റിലുള്ള ഫൈൻ പാർട്ടിക്കിൾസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺ. ന്യൂക്ലിയസിൽ ഇപ്പോൾ പ്രോട്ടോൺ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ലൈറ്റിലുള്ള പാർട്ടിക്കിളിന്റെ പേരാണ് ഫോട്ടോൺ. അതിനെ പറ്റി നമ്മൾ വിശദമായിട്ട് അടുത്ത സെക്ഷനിൽ പഠിക്കുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാവുന്നുള്ളത്? സപ്പോസ് ഇതൊരു മെറ്റൽ സർഫസ് ആണ്. സോ ഇങ്ങോട്ട് ലൈറ്റ് വന്നാൽ എന്താ സംഭവിക്കുക? ഇങ്ങോട്ട് ലൈറ്റ് വന്നാൽ ഇതെന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ഇങ്ങനെ എമിറ്റ് ചെയ്യും. ഇവിടെ നേരെ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. ഓക്കെ, ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. ഓക്കെ, അത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ, നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റ് ആണ്. ലൈറ്റിന്റെ ഉള്ളിൽ ഫോട്ടോൺ ഉണ്ട്. ആരുണ്ട്? ഫോട്ടോൺ ഉണ്ട്. സോ ഫോട്ടോൺ നേരെ വന്ന് മെറ്റൽ സർഫസിലേക്ക് എത്തുമ്പോൾ അവിടെ ഇലക്ട്രോൺ ഉണ്ട്. സോ ഫോട്ടോണും നമ്മൾ ഇലക്ട്രോണും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ആക്ച്വലി ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so photoelectric emission is due to the intensity interaction between a photon in the incident radiation and an electron on the metal surface. Metal surface ഉള്ള ഇലക്ട്രോണും അതേപോലെ വരുന്ന ഫോട്ടോണും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ. ഓക്കെ, ഒരു ലവ് കണക്ഷൻ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, അങ്ങനെ ആണ് ശരിക്കും ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോ ഈ വരുന്ന ലൈറ്റ് റേക്ക് എന്തുണ്ടാവും? ഒരു എനർജി ഉണ്ടാവും. ഓക്കെ, ഈ വരുന്ന ലൈറ്റ് റേക്ക് ഒരു എനർജി ഉണ്ടാവും. സോ ദ എനർജി, അല്ലെങ്കിൽ ഈ ഫോട്ടോൺ ഒരു എനർജി ഉണ്ടാവും. അത് എന്തായിക്കോട്ടെ, വരുന്ന ലൈറ്റ് റേക്ക് എന്തായാലും ഒരു എനർജി ഉണ്ടാവും. സോ ഇതാണ് വരുന്ന ലൈറ്റ് റേ. ഓക്കെ, സോ ഇതാണ് വരുന്ന ലൈറ്റ് റേ. ഈ ലൈറ്റ് റേക്ക് എന്തായാലും ഒരു എനർജി ഉണ്ടാവും. ഓക്കെ, ഈ എനർജി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ ദ എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ ഈസ് യൂസ്ഡ് ഫോർ ടു പർപ്പസസ്. ഓക്കെ, എ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ മെറ്റൽ ആസ് ഇസ് വർക്ക് ഫംഗ്ഷൻ ആൻഡ് ഇസ് റിമൈനിങ് പാർട്ട് ബിക്കംസ് ദ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. സോ ഈ വരുന്ന ലൈറ്റ് റേയിൽ വരുന്ന എനർജി രണ്ട് കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ അറ്റൈൻ ചെയ്യാൻ. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം എനർജി. വർക്ക് ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഈ ലൈറ്റ് എനർജിയിൽ വരുന്ന കുറച്ച് എനർജി, ഇപ്പോ 10 എന്താ പറയാ ജൂൾ എനർജി വന്നാൽ ഈ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ ഇപ്പൊ 4 വിചാരിക്കുക. സോ മെറ്റൽ എന്ത് ചെയ്യും? വർക്ക് ഫംഗ്ഷന് വേണ്ടി 4 ജൂൾ എടുക്കും. ഓക്കെ, ബാക്കി എത്ര ജൂൾ ഉണ്ട്? 6 ജൂൾ ഉണ്ട്. അപ്പോ വർക്ക് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. സോ ബാക്കി 6 ജൂള് ഈ എമിറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂട്ടാൻ യൂസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ വന്ന ലൈറ്റ് എനർജിക്ക് 10 ജൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 4 ജൂള് വർക്ക് ഫംഗ്ഷൻ, അതായത് ഈ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ 4 ആണെന്ന് കോൺസ്റ്റന്റ് ആണ്. സോ 4 അതിന് യൂസ് ചെയ്യും. ബാക്കി 6 ഈ എമിറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂട്ടാൻ യൂസ് ചെയ്യും. Okay, the energy of incident photon is used for two purposes. A part of which is used by metal as its work function. On the work function വേണ്ടി യൂസ് ചെയ്യും, and its remaining part become the kinetic energy of incident radiation. Okay, so ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, എന്താണ്? സോ ഇവിടെ വന്ന റേഡിയേഷൻ ലൈറ്റ് ആണിത്. ഓക്കെ, വന്ന റേഡിയേഷൻ ഇവിടെ തട്ടി ഇലക്ട്രോൺ ഇങ്ങനെ എമിറ്റ് ചെയ്ത് പോകും. സോ വന്ന റേഡിയേഷന്റെ എനർജി ഇ ആണ്, ക്യാപിറ്റൽ ഇ ആണെന്ന് വിചാരിക്കാം. എന്താണ്? ക്യാപിറ്റൽ ഇ ആണ്.
പിന്നെ ഈ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ W ആണെന്ന് വിചാരിക്കുക. ഈ ഇലക്ട്രോൺസ് പോകുന്ന മാക്സിമം കൈനറ്റിക് എനർജി KE മാക്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവർ 3 പേരും റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എഴുതി വെച്ചോ. E ഈസ് ഈക്വൽ ടു W0 പ്ലസ് KE മാക്സ് ആയിരിക്കും. ഓക്കെ, കൊടുത്ത എനർജി രണ്ട് കാര്യങ്ങൾക്കായി യൂസ് ചെയ്തത്, ഒന്ന് വർക്ക് ഫംഗ്ഷനും മറ്റേത് കൈനറ്റിക് എനർജി മാക്സിമം ആക്കാൻ വേണ്ടി കൈനറ്റിക് എനർജിക്ക് യൂസ് ചെയ്തു. ഓക്കെ, E എന്ന് പറഞ്ഞാൽ H ന്യൂ ആണ് നമുക്കറിയാം. അറിയാത്ത എഴുതി വെച്ചോ. എനർജി ഈസ് ഈക്വൽ ടു H ന്യൂ ആണ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി, H പറഞ്ഞ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. സോ E എന്ന് പറഞ്ഞാൽ H ന്യൂ ആണ്. അപ്പൊ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. പെട്ടിയിലിട്ട് വെച്ചോ. ഞാൻ പറയാൻ പോകുന്ന എല്ലാ ഇക്വേഷനും ആവശ്യമുണ്ട്. സോ E എന്ന് പറഞ്ഞാൽ H ന്യൂ ആണ് നിങ്ങൾക്ക് അറിയാം. W0 എന്ന് പറഞ്ഞാൽ H ഇൻറ്റു ന്യൂ 0 പ്ലസ് എന്താ പറയാ പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv² ആണ്. ആണ്. ഓക്കെ, ഹാഫ് mv² ആണ്. ഇവിടെ കൈനറ്റിക് എനർജി മാക്സിമം ഉണ്ടായതുകൊണ്ട് ഇവിടെയും ഒരു മാക്സിമം കൊടുത്തു. സോ സെക്കൻഡ് ഇക്വേഷൻ അറിയേണ്ട രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഇതാണ് നമ്മൾ അറിയേണ്ട ഇക്വേഷൻ. ഇനി നമ്മൾ വേറെ പരിപാടി ചെയ്യാൻ പോവാണ്. ഇവിടെ H ന്യൂ 0 ഞാൻ ഇങ്ങോട്ട് എടുത്തു. സോ നമുക്ക് എന്ത് കിട്ടും? H ന്യൂ മൈനസ് H ന്യൂ 0 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു mv² മാക്സ് എന്ന് കിട്ടും. ഓക്കെ, കിട്ടുമല്ലോ, കിട്ടും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞ H ന് കോൺസ്റ്റന്റ് ആക്കി എടുത്താൽ നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടും. H ന് കോൺസ്റ്റന്റ് ആക്കി എടുത്ത അടുത്ത ഇക്വേഷൻ എന്താ? അടുത്ത ഇക്വേഷൻ ഹാഫ് ഇൻറ്റു mv² മാക്സ് ഈസ് ഈക്വൽ ടു H ന് കോൺസ്റ്റന്റ് ആക്കി എടുത്ത് H ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0 എന്ന് കിട്ടും. ഓക്കെ, H ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0. സോ ഇതും നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി ന്യൂ, ഈ ന്യൂ എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ആണ്. നമുക്കറിയാം ന്യൂ എന്ന് പറഞ്ഞാൽ C/λ ആണെന്ന് ഞാൻ തുടക്കത്തിൽ എഴുതി തന്നിരുന്നു. അതേപോലെ ന്യൂ C/λ ആണെങ്കിൽ ന്യൂ 0 എന്താവും? C/λ0 എന്നാവും. ഓക്കെ, ലാംഡ എന്ന് പറഞ്ഞ വേവ് ലെങ്ത് ആണ്. λ0 എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് വേവ് ലെങ്ത്. ത്രഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽ സർഫസിന് പുറത്തേക്ക് വിടാനുള്ള മിനിമം വേവ് ലെങ്തിനെയാണ് ത്രഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, സോ ഇത് രണ്ടും നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? ഹാഫ് mv² മാക്സ് ഈസ് ഈക്വൽ ടു H ഇൻറ്റു ന്യൂക്ക് പകരം C/λ0 എന്ന് കൊടുത്തു മൈനസ് C/λ എന്ന് കൊടുത്തു. C/λ മൈനസ് ന്യൂ 0ക്ക് പകരം C/λ0 എന്ന് കൊടുത്തു. ഓക്കെ, സോ രണ്ടൊന്ന് C പുറത്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ഇക്വേഷൻ കിട്ടും. ഹാഫ് എന്താ പറയാ mv² മാക്സ് ഈസ് ഈക്വൽ ടു സീനെ പുറത്തേക്ക് എടുത്തിട്ടോ HC ഇൻറ്റു 1/λ മൈനസ് 1/λ0 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഒരു പേരുണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങളുടെ എക്സാമിന് ഇടക്കിടക്ക് ചോദിച്ചിട്ട് ഇതിന്റെയൊക്കെ ടേംസ് എഴുതാൻ പറയും. ഓക്കെ, സോ ഈ ഇക്വേഷന്റെ പേരാണ്, ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ഐൻസ്റ്റീൻസ്. ഓക്കെ, ഐൻസ്റ്റീൻസ് എന്താ പറയാ? ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. നിങ്ങളോട് അവര് പറയും ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഇതിലെ എന്താ പറയാ ടേംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. M എന്ന് പറഞ്ഞാൽ മാസ് ആണ്. ഓക്കെ, V മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റി ആണ്. ഓക്കെ, മാക്സിമം വെലോസിറ്റി ആണ്. ഓക്കെ, H എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, അതിനൊരു വാല്യൂ ഒക്കെ ഉണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. C എന്ന് പറഞ്ഞാലോ വെലോസിറ്റി ഓഫ് ലൈറ്റ്. 3 × 10⁸. പിന്നെ ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. ഓക്കെ, സാധാ വേവ് ലെങ്ത് ആണ്. ഓക്കെ, λ0 എന്ന് പറഞ്ഞാലോ ത്രഷോൾഡ് വേവ് ലെങ്ത്. ഓക്കെ, ത്രഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മിനിമം വേവ് ലെങ്ത് ആണ്. അതായത് ഈ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാൻ ഈ മെറ്റൽ സർഫസിന് വേണ്ട മിനിമം വേവ് ലെങ്ത്, അതിനാണ് ത്രഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ഇതില് ഈ ഇക്വേഷൻ മാത്രമല്ല ഇമ്പോർട്ടന്റ്. ഇക്വേഷനൊക്കെ എടുത്ത ഒന്നാമത്തെ ഇക്വേഷൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ദെൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇത്രയ്ക്ക് ഇക്വേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് മാത്രമല്ല ഇമ്പോർട്ടന്റ്. ഇതിനെ മാത്രം നമ്മൾ ലാസ്റ്റ് ഓമനപ്പേരിട്ട് വിളിച്ചു എന്ന് മാത്രം. ഇത് വെച്ചിട്ട് എല്ലാ വർഷം നീറ്റ്, ഓക്കെ, അതേപോലെ IIT കീമെന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എല്ലാ വർഷവും സാധാരണ ഗണത്തിൽ ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, നമുക്ക് ഇനി ഇന്നത്തെ സെക്ഷനിലെ അവസാനത്തെ ഭാഗം നോക്കാം. ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ട്. ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആണ് ഈ ചാപ്റ്ററിന്റെ കാതൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. കണ്ടീഷൻ ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. എന്തൊക്കെ കണ്ടീഷൻ നടന്നാലാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാവുക നമുക്ക് നോക്കാം. ഓക്കെ,
സോ കണ്ടീഷൻ ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, അതായത് ഒരു ഇന്റൻസിറ്റി, ഒരു റേഡിയേഷൻ, ലൈറ്റ് ഇങ്ങോട്ട് വന്നാൽ ഈ മെറ്റൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ അതാണ് നോക്കുന്നത്. ഓക്കെ, ഇത് എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ. ഇവിടെ ദ എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് അതാണ്. സപ്പോസ് നമ്മൾ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ 5 ആണെന്ന് വിചാരിക്കാം. മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? 5 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ വരുന്ന ലൈറ്റ് എനർജി അല്ലെങ്കിൽ ഫോട്ടോണിന്റെ എനർജി 5-ൽ താഴെ 3-ഓ 4-ഓ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ ഇവിടെ പറ്റൂല, ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കൂല. ഓക്കെ, സോ മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടിയ എനർജി ഉള്ള ലൈറ്റ് റേ അല്ലെങ്കിൽ ഫോട്ടോൺ വരണം. 5-ന്റെ മുകളിൽ 5.1, 6, 7 അതൊക്കെ ഒന്ന് കൂളായിട്ട് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. അതിൽ കുറഞ്ഞാൽ എന്ത് സംഭവിക്കൂല? ഇലക്ട്രോൺ എമിറ്റ് ചെയ്യില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് റിട്ടൺ ദർ. ഓക്കെ, സോ ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. എന്താണ് പറഞ്ഞത്? ദ എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ, അവിടെ ദ എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് ദ മെറ്റൽ. അതിനെ വേറൊരു തരത്തിലും പറയാം. ഓർ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് മെറ്റൽ. അതായത് നമ്മുടെ ഈ മെറ്റലിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. സപ്പോസ് ഇതിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി μ0 എന്ന് ഡിനോട്ട് ചെയ്യാം. അതിപ്പോ 120 ഹെർട്സ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ വന്ന ഈ ഒരു ഇലക്ട്രോൺ മീൻസ് ഈ വന്ന ഫോട്ടോൺ ആണെങ്കിൽ ലൈറ്റിന്റെ എനർജി 120-നേക്കാൾ ഇപ്പൊ 130 ആണെങ്കിൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അഥവാ 120-ന് താഴെ 119 ഹെർട്സ് ആണെങ്കിൽ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യില്ല. ഓക്കെ, അതാണ് ആ പറഞ്ഞതിന് അർത്ഥം. എന്താ പറഞ്ഞത്? സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് റിട്ടൺ ദർ. എന്താണ് അവിടെ പറഞ്ഞത്? ഓക്കെ, the frequency of incident radiation should be greater than the threshold frequency of metal. അതായത് nu should be greater than μ0. nu എന്ന് പറഞ്ഞ ഇന്റൻസിറ്റി നമ്മൾ ഈ വരുന്ന ലൈറ്റ് റേഞ്ചിന്റെ ഫ്രീക്വൻസിയാണ്. μ0 എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. ഫ്രീക്വൻസിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? അല്ല, c/λ ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വേവ് ലെങ്ത്. ഓർ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഷുഡ് ബി ലെസ് ദാൻ ദ ത്രെഷോൾഡ് വേവ് ലെങ്ത് ഓഫ് മെറ്റൽ. അതായത് ലാംഡ ലെസ് ദാൻ λ0. λ0 പറഞ്ഞാൽ ത്രെഷോൾഡ് വേവ് ലെങ്ത് ആണ്. ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്ത് ചെയ്യണം? ഇതിനേക്കാൾ കൂടണം. ഓക്കെ, അതായത് ത്രെഷോൾഡ് വേവ് ലെങ്ത് കൂടണം. ഓക്കെ, സപ്പോസ് ഇപ്പൊ വരുന്നത് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ. ഓക്കെ, ഓർ ദ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ഷുഡ് ബി ലെസ് ദാൻ ദ എന്താ പറയാ ത്രെഷോൾഡ് വേവ് ലെങ്ത് ഓഫ് മെറ്റൽ. സോ ഇതാണ് കണ്ടീഷൻ ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. എന്തായാലും വരുന്ന ആളെ എനർജി വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുക, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാൾ കൂടിയാൽ മാത്രമേ പരിപാടി നടക്കുകയുള്ളൂ. ഓക്കെ, സോ ഈ ഇക്വേഷൻ നിങ്ങൾ വെട്ടിക്കുക, അത് ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, വലിയ കാര്യമൊന്നുമില്ല. The wavelength of incident ray should be less than that of the threshold wavelength of metal. So that's all. ഇനി ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഭാഗം കൂടെ ഉണ്ട്. സോ നമുക്ക് അതും കൂടെ നോക്കാം. യെസ്, വി ഹാവ് ടൈം. എല്ലാം തീർത്താൽ അതാണല്ലോ നല്ലത്. സോ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത് ഞാൻ തീർക്കാനാണ് വിചാരിച്ചത്, ബട്ട് അല്ലെങ്കിൽ ഞാൻ ഫാസ്റ്റ് കൂടുതലാണ് എന്നുള്ളൊരു കംപ്ലൈന്റ് എല്ലാവർക്കും ഉണ്ട്. സോ ഞാൻ അതും കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഫോട്ടോ ഇലക്ട്രിക് എമിഷന് കുറെ ലോ ഉണ്ട്. ഇത് കൊണ്ടുവന്നത് ആരാ? നമ്മൾ ഐൻസ്റ്റീൻ തന്നെയാണ്. അതുപോലെ പ്രത്യേകം ഓപ്പൺ ആയി പറയൂല, എങ്കിലും അവിടെ നിൽക്കട്ടെ. സോ ഫോർ എ ഗിവൺ മെറ്റൽ, ഫോർ എ ഗിവൺ ഇൻസിഡന്റ് ഓഫ് അതായത് ഇതുവരെ നമ്മൾ പഠിച്ച ഇതിന്റെ കൺക്ലൂഷൻ ആണ്. ഫോർ എ ഗിവൺ മെറ്റൽ ആൻഡ് ഫോർ എ ഗിവൺ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ, ദ ഫോട്ടോ ഇലക്ട്രിക് കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എന്താ പറയാ കറണ്ടും നമ്മളെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു, ഇന്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. നിങ്ങളോട് ചോദിക്കും എക്സാമിന് 4 മാർക്കിന് റൈറ്റ് ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അപ്പൊ നിങ്ങൾ എഴുതേണ്ട സംഗതികളാണ്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടുമ്പോൾ ഇന്റൻസിറ്റി കൂടും, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കുറയുമ്പോൾ ഇന്റൻസിറ്റി കുറയും. അല്ല, നേരെ തിരിച്ച്. ഇന്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും, ഇന്റൻസിറ്റി കുറയുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കുറയും. അടുത്തതോ, ഫോർ എവരി മെറ്റൽ there exists a minimum frequency called threshold frequency. നിങ്ങൾക്കറിയാം ഏതൊരു മെറ്റലിനും ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടാവും, ത്രെഷോൾഡ് ഫ്രീക്വൻസി, ബിലോ വിച്ച് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ടേക്ക് പ്ലേസ്. ആ μ0ക്ക് താഴെ ഏതൊരു ഇൻസിഡന്റ് റേഡിയേഷൻ വന്നാലും ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കൂല. ഓക്കെ, എബോവ് ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് മുകളിൽ കൈനറ്റിക് എനർജി ഓഫ് എമിറ്റർ ഫോട്ടോ ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. ഓക്കെ, അതായത് പ്രത്യേകം നോക്കണം, ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് മുകളിലായാൽ കൈനറ്റിക് എനർജിയും നമ്മൾ കൊടുത്ത ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ ഫ്രീക്വൻസി കൂടും, കൈനറ്റിക് എനർജി കുറയുമ്പോൾ ഫ്രീക്വൻസി കുറയും. പ്രത്യേകം നോക്കണം, എബോവ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതിന് എന്താ എബോവ് പറയാൻ കാരണം? ബിലോ ആയ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ തന്നെ നടക്കൂല, അതുകൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ ആസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. റേഡിയേഷനും കൈനറ്റിക് എനർജിയും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അടുത്തത്,
ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. ഇതൊരു ഇൻസ്റ്റന്റിൽ നടക്കുന്ന പ്രോസസ്സാണ്. എപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. ഒരു പ്രത്യേക ഒരു ഇൻസ്റ്റന്റിലൊക്കെ നടക്കുന്ന പ്രോസസ്സാണ്. സോ ദാറ്റ്സ് വൈ വി ആർ കോൾഡ് എന്ത് സോ ദാറ്റ്സ് വൈ വി ആർ കോൾഡ് ഇറ്റ് ആസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. ഓക്കെ, ഇനി ജസ്റ്റ് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാണ്ട് അതും കൂടെ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് തീർക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഗ്രാഫുകൾ വരയ്ക്കാനുണ്ട്. ഗ്രാഫ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രിക്. ഓക്കെ ഓക്കെ, അപ്പൊ ആദ്യത്തെ ഗ്രാഫ് ബിറ്റ്വീൻ. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഐ എം ടയേർഡ്. എന്താ വെച്ചാൽ ആകെ കുഴങ്ങി. നമ്മളൊരു മണിക്കൂർ ഇങ്ങനെ പറയല്ലേ. ഗ്രാഫ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ഓഫ് എമിറ്റർ ഫോട്ടോ ഇലക്ട്രോൺസ് ആൻഡ് ഇൻസിഡന്റ് റേഡിയേഷൻ. സോ ഇവർ നമ്മളൊരു ഗ്രാഫ് വരക്കുമ്പോൾ ഓക്കെ, സോ രണ്ടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് തമ്മിലൊരു ഗ്രാഫ് ഞാൻ വരക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ, സോ ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഇതായിരിക്കും ഗ്രാഫ് വരിക. ഇവിടെ ആക്സിസ് മാർക്ക് ചെയ്യണം. ഇവിടെ കൈനറ്റിക് എനർജി ഓഫ് എന്താ പറയാ ഫോട്ടോ ഇലക്ട്രോൺ. ഓക്കെ, ഇവിടെ ന്യൂ 0. ഓക്കെ, ഇവിടെ ഇങ്ങോട്ട് ന്യൂ. ഓക്കെ, ഇതാണ് ഇവർ തമ്മിലുള്ള ഗ്രാഫ്. കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ്. ഓക്കെ, then next graph between. Okay, graph between stopping potential and frequency of incident radiation. Stopping potential V0 യും ഇതും തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. So how the shape of the graph would be നോക്കാം. സോ ഇതാണ് നമ്മുടെ ഗ്രാഫ്. സോ ഗ്രാഫ് ഇത് നേരത്തെ വരച്ച അതേപോലത്തെ ഒരു ഗ്രാഫാണ് വരിക. ഓക്കെ, ഇതേപോലത്തെ ഒരു ഗ്രാഫ് വരും. അപ്പോ ഈ ഭാഗത്ത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0, ഇത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആട്ടോ V0. ഇത് ന്യൂ 0 ആണ്. ന്യൂ 0 എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും ആണ് വെച്ചിട്ടുള്ളത്. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ന്യൂ 0 എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് V0 എന്ന് പറഞ്ഞതാണ് കട്ട് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് വോൾട്ടേജ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, സോ അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു ഗ്രാഫ് നമുക്ക് അടുത്തതിൽ വരക്കാം. അടുത്ത എക്സാമിന് ചോദിക്കും കേട്ടോ. ഡിറ്റർമിനേഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആൻഡ് വർക്ക് ഫംഗ്ഷൻ ഫ്രം എബോവ് ഗ്രാഫ്. ഇപ്പൊ നമ്മളൊരു ഗ്രാഫ് വരച്ചില്ലേ, ഈ ഗ്രാഫ് ഇതിന് നിങ്ങളുടെ എക്സാമിന് പ്ലാങ്ക്സ് കോൺസ്റ്റന്റും വർക്ക് ഫംഗ്ഷനും ഡിറൈവ് ചെയ്തെടുക്കാൻ പറയും. ഓക്കെ, സോ നമുക്ക് ആ ഗ്രാഫ് ഒന്നും കൂടെ വരക്കാം. ഓക്കെ, ഞാൻ ആ ഗ്രാഫ് ഒന്നും കൂടെ വരയ്ക്കുകയാണ്. സോ ഇതാണ് ഗ്രാഫ്. ഇതോടുകൂടി സെക്ഷൻ കൂടെ കഴിയും. പിന്നെ കുറച്ചും കൂടെ ഉള്ളൂ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സോ ഇതാണ് ആ ഗ്രാഫ്. സോ ആ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു? ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയായിരുന്നു അല്ലെ? ഇവിടെ നേരെ ഇങ്ങോട്ട്. ഓക്കെ, ഇവിടെ നേരെ ഇങ്ങോട്ടായിരുന്നു. ഓക്കെ, ഞാൻ ആ ഗ്രാഫിന്റെ ആക്സിസ് കുറച്ചും കൂടെ വലുതാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് വേണ്ട, കുറച്ച് അടുത്തേക്ക് വരക്കാം. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അടുത്തേക്ക് വരച്ച് വെച്ചിട്ട്. ഓക്കെ, സോ ആക്സിസുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇവിടെ V0 ആണ്, ഇവിടെ V0 ആണ്, ഇവിടെ ന്യൂ ആണ്. ഈ പോയിന്റ് ആണ് ന്യൂ 0, ഈ പോയിന്റ് ആണ് ന്യൂ 0. ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇതിനെ ഇങ്ങോട്ട് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇതിനെ ഇങ്ങോട്ട് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, സോ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫിന്റെ ഈ ഭാഗമാണ് അതിന്റെ Y ഇന്റർസെപ്റ്റ്. ഓക്കെ, കഴിഞ്ഞ വർഷം സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഭാഗമായിരിക്കും അതിന്റെ Y ഇന്റർസെപ്റ്റ്. ഓക്കെ, അറിയാത്തവരെ എഴുതി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. എന്താണ് ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ? ഹാഫ് mv² മാക്സ് ഈസ് ഈക്വൽ ടു h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0. ഓക്കെ, നേരത്തെ നമ്മൾ വേറെയും കുറെ ഫോം എഴുതി, അതെല്ലാം ഐൻസ്റ്റീന്റെ ഇക്വേഷൻ തന്നെയാണ്. സോ ഞാൻ അതിൽ ഒരു ഇക്വേഷൻ എടുത്തു. ഹാഫ് mv² മാക്സ് ഈസ് ഈക്വൽ ടു h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0. ഓക്കെ, സോ ഞാൻ അങ്ങനെ എടുത്തു. നമ്മൾ നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ എഴുതിയിരുന്നു ഹാഫ് mv² മാക്സ് എന്ന് പറഞ്ഞാൽ E ഇൻറ്റു V0 ആണെന്ന്. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ എഴുതിയിരുന്നു. സോ ഇവിടെ നമ്മൾ E ഇൻറ്റു V0 ഈസ് ഈക്വൽ ടു h ഇൻറ്റു, ഞാൻ ഇതിനെ ഓപ്പൺ ചെയ്തു, h ഇൻറ്റു ന്യൂ മൈനസ് h ഇൻറ്റു ന്യൂ 0 എന്ന് എടുത്തു. ഓക്കെ, h ഇൻറ്റു ന്യൂ മൈനസ് h ഇൻറ്റു ന്യൂ 0 എന്ന് എടുത്തു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ഇൻറ്റു ഇനെ ഞാൻ താഴെ കൊണ്ടുപോയി. സോ എന്ത് കിട്ടും? V0 ഈസ് ഈക്വൽ ടു ഈ ഇൻറ്റു ഇനെ താഴോട്ട് കൊണ്ടുപോയി. സോ ഇവിടെ ഒരു E ഡിവൈഡഡ് ബൈ E വരും, ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ E വരും. ഓക്കെ, സോ V0 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? h ന്യൂ ബൈ E മൈനസ് എന്ത് കിട്ടി? h ന്യൂ ബൈ E മൈനസ് h ന്യൂ 0 ബൈ E എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം h ന്യൂ 0 എന്ന് പറഞ്ഞാൽ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? h ഇൻറ്റു ന്യൂ 0 ആണ് അല്ലെ? സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കിട്ടും? V0 ഈസ് ഈക്വൽ ടു h ന്യൂ ബൈ E മൈനസ് h ന്യൂ 0 എന്ന് പറഞ്ഞാൽ ഫൈ ആണ്. ഓക്കെ, ഫൈ എന്ന് പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ ആണ്, ഓൾ ഡിവൈഡഡ് ബൈ E ആണ്. ഓക്കെ, സോ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ സ്ട്രെയിറ്റ് ലൈൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എന്താണ്? എല്ലാവർക്കും അറിയാം. ഇക്വേഷൻ ഓഫ് എന്താ പറയാ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ആണ്. സോ
y is equal to okay y is equal to എന്താണ് mx plus c ആണ് okay mx plus c ആണ് സോ ഈ ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകണം ഈ ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ന്യൂക്ക് പകരം എക്സ് ആണ് എം എന്ന് പറഞ്ഞ സ്ലോപ്പ് ആണ് സോ എം എന്ന് പറഞ്ഞ എച്ച് ബൈ ഇ ആയിരിക്കും ഓക്കെ സോ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എച്ച് ബൈ ഇ കിട്ടും സോ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഓക്കെ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്താ പറയാ എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എച്ച് ബൈ ഇ ആയിരിക്കും ഓക്കെ സോ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് നിങ്ങൾ കണ്ടാൽ എച്ച് ബൈ ഇ ആണ് കിട്ടുക ഓക്കെ എച്ച് ബൈ ഇ ആണ് കിട്ടുക അതായത് പ്ലാങ്ക് കോൺസ്റ്റന്റ് കാണണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ പരിപാടിയാണ് പ്ലാങ്ക് കോൺസ്റ്റന്റ് കാണണമെങ്കിൽ ഈ ഇതേ ഇൻറ്റു ഇ ചെയ്താൽ മതി അതായത് നമുക്ക് എക്സാമിന് പ്ലാങ്ക് കോൺസ്റ്റന്റിന്റെ വാല്യൂ കാണാൻ ഞാൻ പറയാം സോ പ്ലാങ്ക് കോൺസ്റ്റന്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി പ്ലാങ്ക് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു അത് എച്ച് ആണ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി ഈ എന്ന് പറഞ്ഞ ഇലക്ട്രോണിന്റെ ചാർജ് ആട്ടോ ഇ ഇൻറ്റു സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഇ ഇൻറ്റു സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഓക്കെ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ഏത് ഗ്രാഫിന്റെ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും സ്ലോപ്പും പിന്നെ അതേപോലെ ഇലക്ട്രോണിന്റെ ചാർജ് ഇ ആയിട്ട് ഇൻറ്റു ചെയ്താൽ നിങ്ങൾക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കിട്ടും യു വിൽ ഗെറ്റ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് സോ ദാറ്റ്സ് ഓൾ ഓക്കെ ഇനി വൈ ഇന്റർസെപ്റ്റ് ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട് y is equal to ms plus c ആണ് സോ സിക്ക് പകരം ഇവിടെ ആരാണ് c is equal to minus 5 by e ആണ് ഓക്കെ മൈനസ് 5 by e ആണ് എന്ത് ഇവിടെ c എന്ന് പറഞ്ഞത് c എന്ന് പറഞ്ഞ ഇന്റർസെപ്റ്റ് ആണ് കേട്ടോ സോ ഇന്റർസെപ്റ്റ് ആണ് c എന്ന് പറഞ്ഞാൽ ഓക്കെ സോ ഈ 5 ഞാൻ ഇവിടെ വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 5 is equal to എന്താണ് ഈ മൈനസ് ഇങ്ങോട്ട് എടുത്തു സോ മൈനസ് c ഇൻറ്റു ഇ എന്ന് വരും സോ 5 is equal to മൈനസ് എന്താ പറയുക c ഇൻറ്റു ഇ എന്ന് വരും ഓക്കെ സോ മൈനസ് സി ഇൻറ്റു ഇ എന്നൊന്നും നിങ്ങൾ നോക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ ഇന്റർസെപ്റ്റ് കാണാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ ഗ്രാഫിന്റെ വർക്ക് ഫംഗ്ഷൻ കാണാൻ പറഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 5 ആണ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇലക്ട്രോണിന്റെ ചാർജ് ഇൻറ്റു വൈ ഇന്റർസെപ്റ്റ് എന്ന് ചെയ്താൽ മതി ഇൻറ്റു വൈ ഇന്റർസെപ്റ്റ് എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇവിടെ മൈനസ് വരാനുള്ള കാരണം എന്താ വൈ ഇന്റർസെപ്റ്റ് ആട്ടോ വൈ ഇന്റർസെപ്റ്റ് ഐഫൺ ആണ് ഇവിടെ മൈനസ് വരാനുള്ള കാരണം വേറെ ഒന്നുമില്ല കാരണം നമ്മളെ ഇന്റർസെപ്റ്റ് നമ്മളെ ആക്സിസ് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും ഇത് താഴോട്ടാണ് പോയിക്കുന്നത് നെഗറ്റീവ് ആക്സിസിലോട്ടാണ് പോയിക്കുന്നത് അതുകൊണ്ടാണ് മൈനസ് അവിടെ വന്നത് അതുകൊണ്ടാണ് ഞാനത് ശരിക്കുള്ള ഇക്വേഷൻ എഴുതിയപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തത് അത് സാധാ പോലെ വർക്ക് ഫംഗ്ഷൻ കാണാൻ ഇ ഇൻറ്റു വൈ ഇന്റർസെപ്റ്റ് എന്ന് എഴുതിയത് നെഗറ്റീവ് കൊടുക്കാതിരുന്നത് സ്ലോപ്പ് കാണണമെങ്കിൽ എങ്ങനെയാണ് എച്ച് ബൈ ഇ ചെയ്താൽ മതി അല്ല സോറി സ്ലോപ്പ് അല്ല സ്ലോപ്പ് ആണെങ്കിൽ എച്ച് ബൈ ഇ ചെയ്താൽ മതി പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇ ഇൻറ്റു സ്ലോപ്പ് ഓഫ് ഗ്രാഫ് ചെയ്താൽ മതി ഓക്കെ സോ ഇത്രയ്ക്ക് ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ഈ ഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് ഇത് കാണാൻ പറയും നിങ്ങൾ ഡിറൈവ് ചെയ്തിട്ട് ഇത്രയ്ക്ക് എത്തിച്ചു കൊടുക്കുക സോ ദാറ്റ്സ് ഓൾ ഈ പാടൊന്നും തീർക്കാൻ പറ്റിയില്ല സോ പാഠം നമ്മൾ അടുത്ത ക്ലാസ്സിൽ തീർക്കും സോ അടുത്ത ക്ലാസ് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം